ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഗൂഗിള് പ്രസന്റ് ചെയ്യുന്നത്? സോറി ക്ലാസ്സിൽ ചെന്നോ? ഞങ്ങിപ്പോയതാ. സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. നമ്മളെ മൊഡ്യൂള് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 2 ദിവസം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഏറ്റവും പുറകിലാണ്. അതായത് മൊഡ്യൂൾ 4 ഒരുവിധം എല്ലാവരുടെയും കഴിയാറായി. നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് മൊഡ്യൂൾ കംപ്ലീഷൻ ഡേറ്റ്. അതിനിടയിൽ കുറച്ച് ഹവർ കിട്ടും. ഇന്നിപ്പം 2 hour ഉണ്ടാവും. അങ്ങനെ എല്ലാ ദിവസവും ഇനി മിക്കവാറും 2 hour ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത്രയും ലെങ്തി ആണ് നിങ്ങളുടെ മൊഡ്യൂള്. അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഈ മൊഡ്യൂളിന്റെ 2 പാർട്ടായിട്ടാണ് ഓക്കെ 2 പാർട്ടായിട്ടാണ് ഈ മൊഡ്യൂളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് മെക്കാട്രോണിക്സ് ഇൻ CNC, ദെൻ രണ്ടാമത് CNCയിൽ വരുന്ന PLC എന്ന് പറഞ്ഞ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ്. പ്രോഗ്രാമിംഗ് ആണ്, PLC ലാഡർ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ഫസ്റ്റ് ഭാഗം തിയറിയാണ്, പക്കാ തിയറിയാണ്. ഓരോന്നിന്റെയും എലമെന്റുകൾ, അതായത് ഒരു CNC ബേസ്ഡ് മെഷീനിലെ പ്രധാനപ്പെട്ട എലമെന്റുകൾ ഏതൊക്കെയാണ്, ആ എലമെന്റ്സിന്റെ ഒക്കെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട് വരുന്നത്. സെക്കൻഡ് പാർട്ട് എന്നുള്ളത് PLC പ്രോഗ്രാമിംഗ് ആണ്. ഐ തിങ്ക് ഇത് നിങ്ങളെ കഴിഞ്ഞ സെമിസ്റ്ററിൽ പിന്നെ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു പേപ്പർ ഉണ്ടായില്ലേ, രാഹുൽ സാർ എടുത്ത് അല്ലേ? അതില് ഫസ്റ്റ് ഓർ സെക്കൻഡ് മൊഡ്യൂളില് ഈ PLC വരുന്നുണ്ടായിരുന്നോ? അത് കവർ ചെയ്തിരുന്നോ? സാർ എടുത്തായിരുന്നോ? ഫുള്ള് എടുത്തിട്ടില്ല, ലാസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് ഓക്കെ ഓക്കെ. ആക്ച്വലി ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് PLC പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് സ്ട്രക്ചർ, PLCയുടെ ബേസിക് സ്ട്രക്ചർ, അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സിംഗ്, പിന്നെ ടൈമേഴ്സ്, റിലേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ആണ് പൊതുവെ ഇതിനകത്ത് വരാറ്. എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തരും, ഒരു അലാം സിസ്റ്റം, അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞിട്ട് ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായ ലാഡർ പ്രോഗ്രാം എഴുതാനൊക്കെയാണ് പൊതുവെ ചോദിക്കാറ്. essay ക്വസ്റ്റൻ ആയിട്ട് 10 മാർക്കിനൊക്കെ പ്രോഗ്രാമിംഗ് ചോദിക്കാറുണ്ട്. ലാഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റും ഐഡിയാസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പൊതുവെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാറാണ് പതിവ്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. ആ സമയത്ത് ഒന്നിക്ക് ഞാൻ തന്നെ എടുക്കും, അല്ലെങ്കിൽ രാഹുൽ സാർ, ഈസിയിലെ രാഹുൽ സാറാണ് ആ സെഷൻ കൈകാര്യം ചെയ്യുക. സാറ് PLCയിലെ എക്സ്പേർട്ടാണ്. അപ്പം കഴിഞ്ഞ സെമിസ്റ്ററിലേക്ക് രാഹുൽ സാർ തന്നെയായിരുന്നു എടുത്തത്. സാറ് ക്ലാസ് ചെയ്യിപ്പിച്ച ഒരു പ്രോബ്ലം തന്നെയായിരുന്നു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ PLC എന്ന് പറയുന്ന ഒരു ചെറിയ സെഷനാണ്. അതിനകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ലോജിക് ഗേറ്റ്സ് ഉണ്ട്, ആൻഡ്, നാൻഡ്, ഓർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോജിക് ഗേറ്റുകൾ. ഈ ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോഗ്രാംസ് ഉണ്ട്. ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതിന്റെ ഒരു കണക്ഷൻ പോലെയുള്ള ഒരു സർക്യൂട്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ അത് PLC പ്രോഗ്രാം, ആൻഡ് ഗേറ്റിന്റെ PLC പ്രോഗ്രാം എങ്ങനെയാണ്, നാൻഡിന്റെ എങ്ങനെയാണ്, നോട്ടിന്റെ എങ്ങനെയാണ്, നോറിന്റെ എങ്ങനെയാണ്, അങ്ങനെ ഓരോന്നിന്റെയും ലാഡർ ഡയഗ്രാംസ്, PLC ഡയഗ്രാംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് 5 മാർക്കിന് ചോദിച്ചത് പിന്നെ ആൻഡ്, പിന്നെ നോട്ട്, അങ്ങനെ 3-4 ലോജിക് ഗേറ്റുകളുടെ ലാഡർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി സിമ്പിൾ ആണ്. പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവല് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് PLCയിൽ വരാറുള്ളത്. അതിന് മുമ്പുള്ള സെഷൻ, ഫസ്റ്റ് സെഷൻ കമ്പ്യൂട്ടർ ഇൻ മെക്കാട്രോണിക്സ് ഇൻ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, CNC. നമുക്കറിയാം CNC മെഷീനും കൺവെൻഷണൽ മെഷീൻസും തമ്മിലുള്ള വ്യത്യാസങ്ങളും, എന്തുകൊണ്ടാണ് കൺവെൻഷണൽ മെഷീൻസിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സെറ്റപ്പിൽ നിന്നും CNC സെറ്റപ്പിലേക്ക് പിന്നെ നമ്മൾ മൂവ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ജനറൽ ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് തന്നെ എന്താണ് CNC മെഷീൻ. ഞാൻ ആ ഒരു എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല. CNC മെഷീൻ എന്ന കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സും അല്ലെങ്കിൽ മെഷീൻസും CNC മെഷീൻസും തമ്മിലുള്ള വ്യത്യാസം. CNC മെഷീനിൽ ഒരു കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണല്ലേ, ഒരു ടെക്നിക്ക്, അതായത് ഒരു എന്താ പറയാ, നമ്മളെ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള പരിപാടികളാണ് അവിടെയുള്ള ഓപ്പറേഷൻസ്.
അപ്പം ഇവിടെ നമുക്ക് ആ CNC-യുടെ പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ CNC-യുടെ മെത്തേഡ്സോ CNC-യുടെ ടെക്നോളജിയെ പറ്റിയോ അല്ല പഠിക്കാനുള്ളത്. ഒരു CNC ബേസ്ഡ് മെഷീൻസിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു മെഷീൻ സ്ട്രക്ചർ ഉണ്ടാവും, ബേസ് ഉണ്ടാവും. സ്ട്രക്ചറിന് മുകളിലാണ് മറ്റ് എലമെന്റ്സുകളൊക്കെ വന്നു ചേരുക. അതിന്റെ കോളംസ്, അതിന്റെ സ്ലൈഡ് വേസ്, അതിൻ്റെ അകത്തുള്ള മറ്റ് ടൂൾ ഹാൻഡ്ലിംഗ് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ക്യാരി ചെയ്യുന്ന ആളെയാണ് മെഷീൻ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള മെഷീൻ സ്ട്രക്ചർ നിങ്ങൾ ഈ സിലബസിലെ 3rd ലൈൻ നോക്കിയാൽ മെക്കാട്രോണിക്സ് എലമെന്റ്, ഇതൊരു CNC മെഷീനിൽ വരുന്ന മോഡേൺ CNC മെഷീനിൽ വരുന്ന മെക്കാട്രോണിക്സ് എലമെന്റുകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ വരുന്നതാണ് മെഷീൻ സ്ട്രക്ചർ. മെഷീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാം, ഞാനിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ഒരു മെഷീന്റെ ഹോൾ ബോഡിയെ ക്യാരി ചെയ്യുന്ന അതിന്റെ ബേസിക് യൂണിറ്റിനെയാണ് സ്ട്രക്ചർ എന്ന് പറയാം. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഗൈഡ് വേ. ഗൈഡ് വേ എന്ന് വെച്ചാൽ ഒരു മെഷീനിൽ കുറെ മൂവ്മെന്റ് ഉള്ള എലമെന്റ്സ് ഉണ്ടാവും അല്ലെ, ലീനിയർ മോഷനുള്ള എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ മോഷൻ നടക്കാൻ അല്ലെങ്കിൽ ആ ഒരു, നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, ലെയ്ത്ത് എടുക്കാം. ലെയ്ത്തിനകത്ത് നമുക്ക് മോഷനിലുള്ള കുറെ എലമെന്റുകൾ ഉണ്ട് അല്ലെ. ലെയ്ത്തിലെ ലീനിയർ മോഷനുള്ള ഏതെങ്കിലും ഒരു എലമെന്റിന്റെ പേര് പറഞ്ഞു. ചക്ക് ലീനിയർ മോഷൻ ആണോ? മറ്റേ കോമ്പൗണ്ട് റെസ്റ്റ്. പിന്നെ ഇത് ഈ ടെയിൽ സ്റ്റോക്ക് ഇല്ലേ, ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ഉണ്ടല്ലോ, അതിലേതാ ഫിക്സഡ്? ടെയിൽ സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടേക്ക് ടെയിൽ സ്റ്റോക്കിന് ഒരു ലീനിയർ മോഷൻ ഉണ്ടല്ലേ, ടുവേർഡ്സ് ഹെഡ് സ്റ്റോക്ക് നമുക്ക് ടെയിൽ സ്റ്റോക്കിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മോഷൻ നടക്കുന്നത് ലീനിയർ മോഷൻ ആണ് അല്ലെ, എക്സാക്ട് ലീനിയർ ആണ്. എന്തുകൊണ്ടാണ് അത് ലീനിയറിൽ തന്നെ നടക്കുന്നത്, വളഞ്ഞും പൊളഞ്ഞും പോകാത്തത് എന്തുകൊണ്ടാണ്? റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട്. അതിന്റെ മോഷൻ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ മോഷന് വേണ്ടിയിട്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാത്തിലൂടെ മാത്രമേ ആ എലമെന്റ് മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എക്സാക്ട് ലീനിയർ പൊസിഷനിലൂടെ അല്ലെങ്കിൽ ഒരു ലീനിയർ മോഷൻ കിട്ടുന്നത്. അങ്ങനെ മെഷീൻ ടൂൾസിൽ മൂവ്മെന്റ് ഉള്ള എലമെന്റുകൾക്ക് ഈ മോഷൻ സാധ്യമാകാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വഴികളെയാണ് ഗൈഡ് വേസ് എന്ന് പറയുന്നത്. ഗൈഡ് വേ, അത് ഗൈഡ് ചെയ്യുന്ന വഴി. ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗൈഡ് ചെയ്യാന്ന് പറയില്ല, നമ്മൾ അയാളെ നയിക്കുക. അപ്പം അയാളെ ഗൈഡ് ചെയ്യുന്ന വഴി, അതിനെയാണ് ഗൈഡ് വേ. മോഷൻ സാധ്യമാകുന്ന വേ, ദാറ്റ് ഈസ് ഗൈഡ് വേ. അപ്പോൾ നമ്മുടെ ഒരു മെഷീൻ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു മെഷീൻ ടൂളിൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾഡ് മെത്തേഡിലുള്ള അല്ലെങ്കിൽ CNC ബേസ്ഡ് മെഷീൻസിലുള്ള ഒരു എലമെന്റ് ആണ്, മെക്കാട്രോണിക് എലമെന്റ് ആണ് ഗൈഡ് വേ എന്ന് പറയുന്ന സാധനം. ഗൈഡ് വേ എന്ന് വേറെ പേര് പറയും, ബെയറിങ്സ് എന്നൊക്കെ പറയും, നമുക്ക് ആ സമയത്ത് പഠിക്കാം. അപ്പൊ പിന്നെ ഉള്ളത് ഡ്രൈവുകളാണ്. ഒരു മെഷീൻ ടൂളില് പിന്നെ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ഓപ്പറേഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ കുറച്ച് ഡ്രൈവ് സിസ്റ്റം വേണം. സ്പിൻഡിൽ ഡ്രൈവ് ഉണ്ട്, നമുക്കറിയാം. സ്പിൻഡിൽ ഡ്രൈവും ഇത് നിങ്ങൾ മെഷീൻ ടൂളിൽ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ് അല്ലേ, ഡ്രൈവ് സിസ്റ്റംസ് ഇല്ല. നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് ഡ്രൈവുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു മെക്കാട്രോണിക്സ് ബേസ്ഡ് CNC മെഷീൻസിന്റെ പ്രധാനപ്പെട്ട എലമെന്റുകളെ പറ്റിയാണ് ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞു, ഒന്നാമത്തത് മെഷീൻ സ്ട്രക്ചർ എന്താണെന്നാ പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കുക ഗൈഡ് വേകളെ പറ്റിയാണ്. ഗൈഡ് വേക്ക് വേറൊരു പേരുണ്ട്, ഞാൻ പറഞ്ഞു ബെയറിങ്സ് എന്നും പറയും. അപ്പൊ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഗൈഡ് വേസിന്റെ പേരാണ് ഇവിടെ ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മൊഡ്യൂൾ ഇത്ര ലെങ്തി ആയിട്ട് നമുക്ക് തോന്നുന്നത്. ആന്റി ഫ്രിക്ഷൻ ബെയറിംഗ്, അതൊരു ഗൈഡ് വേ ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ്, ഹൈഡ്രോഡൈനാമിക് ബെയറിംഗ്, റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ, റീലോഡിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ബോൾ സ്ക്രൂവിന്റെ തന്നെ ബാക്കിയാണ്. ദെൻ റീസർക്കുലേറ്റിംഗ് റോളർ സ്ക്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഗൈഡ് വേ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗൈഡ് വേസ് അല്ലെങ്കിൽ ബെയറിങ്സ്, അതിന്റെ വർക്കിംഗ് വിത്ത് ഫിഗർ. സിമ്പിൾ ആണ്, തിയറി ആണ്, കൺസെപ്റ്റ് ആനിമേഷൻ വീഡിയോസ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അതിന്റെ വർക്കിങ്ങും അതിന്റെ ഫിഗറും ആണ് നമുക്ക് വേണ്ടത്. ഇതിനകത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ എന്ന് പറയുന്ന, ഇതിവിടെ 5ാമത്തെ വരിയിലുള്ള റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ എന്ന് പറയുന്ന ഈ ഒരു എലമെന്റിന്റെ വർക്കിംഗ് വിത്ത് എക്സ്പ്ലനേഷൻ വിത്ത് ഫിഗർ എക്സാമിന് എഴുതാൻ വേണ്ടി 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അതിന്റെ പ്രീലോഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തന്നെ ബാക്കിയാണ്, നമുക്ക് പഠിക്കാം.
അപ്പൊ ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് എക്സാമിന് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഒരു CNC മെഷീനും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഒരു മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്റെ റിക്വയർമെന്റിനനുസരിച്ച് അതിൽ ഓപ്പറേഷൻസ് നടന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത് CNC മെഷീൻസിലാണ്, അല്ലെ, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾഡ് മെഷീൻസിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഫീഡ്ബാക്ക് എലമെന്റുകൾ ഉണ്ട്. ആ ഫീഡ്ബാക്ക് എലമെന്റുകളെ പറ്റിയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ സെക്കൻഡ് മെത്തേഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോർഷൻ ആയിട്ട് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ടിപ്പിക്കൽ എലമെന്റ്സ് ഓഫ് ഓപ്പൺ ആൻഡ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പും ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിൽ അഡാപ്റ്റീവ് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്, അഡാപ്റ്റീവ് കൺട്രോൾ സിസ്റ്റം. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അഡാപ്റ്റീവ് കൺട്രോൾ സിസ്റ്റം. ഇതിന്റെ 2 ടൈപ്പ് ഉണ്ട്. അഡാപ്റ്റീവ് കൺട്രോൾ സിസ്റ്റത്തിന്റെ 2 ടൈപ്പ് ഏതാണെന്നാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് മൊഡ്യൂൾ 4ന്റെ നമ്മുടെ മെക്കാനിക്കൽ പാർട്ടിൽ തിയറി സൈഡ് വരുന്നത്. ദെൻ പിന്നെ ഉള്ളത് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ്, ദാറ്റ് ഈസ് PLC ഡയഗ്രാം, അതേപോലെ PLCയുടെ ബേസിക് സ്ട്രക്ചേഴ്സ്, അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോഗ്രാംസ്. ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 4ൽ ടോട്ടലി ഉള്ളത്. സോ കാണാൻ വലിയ മൊഡ്യൂൾ ആണെങ്കിലും നമുക്ക് ഓരോന്നും ഓരോ വരിയും ഓരോ എലമെന്റുകളാണ്. ഈ പറഞ്ഞ പോലെ ആന്റി ഫ്രിക്ഷൻ ബെയറിംഗ്, അതൊരു ബെയറിംഗ് അല്ലെങ്കിൽ അതൊരു ഗൈഡ് വേ ആണ്, അതിന്റെ വർക്കിങ്ങേ പഠിക്കാനുള്ളൂ. അതേപോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗ്, ഹൈഡ്രോ ഡൈനാമിക് ബെയറിംഗ്, റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ, ഇതൊക്കെ ടിപ്പിക്കൽ ആയിട്ടുള്ള എലമെന്റുകളാണ്. അതിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ മൂവിങ് ഓൺ അവർ മൊഡ്യൂൾ 4, ഡിസൈൻ ഓഫ് മോഡേൺ CNC മെഷീൻസ്. നമുക്കറിയാം കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെഷീൻസിൽ നിന്നും CNCയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൺവെൻഷണൽ മെഷീൻസ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ് എന്നുള്ളതിലേക്കാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട കൺവെൻഷണൽ മെഷീൻസിന്റെ പ്രധാനപ്പെട്ട ഫെയിലിയേഴ്സ് ആയിരുന്നു ലാക്ക് ഓഫ് സ്റ്റിഫ്നെസ്, അതുപോലെ ബാക്ക്ലാഷ്. ബാക്ക്ലാഷ് എന്താ? ബാക്ക്ലാഷ് ഒക്കെ നിങ്ങൾ മോമിൽ തൊട്ട് പഠിക്കുന്നതാണ്. മെഷിംഗ് ഓഫ് ഗിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ത്രെഡ്സിന്റെ ഒക്കെ മെഷിംഗിൽ വരുന്നതാണ് ബാക്ക്ലാഷ്. ആ ഒരു ക്ലിയറൻസ് ഫോർമേഷൻ അല്ലെ. ഹലോ എടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. എന്തെങ്കിലും നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണേ. എനിക്കത് ഒരു മിസ് കോൾ ഞാൻ ഇട്ടാൽ മതി. എന്താ വെച്ചാൽ ഞാനിത് ഫുൾ സ്ക്രീൻ ഇട്ടുന്നതുകൊണ്ട് നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് വിൻഡോ എനിക്ക് കാണാൻ പറ്റുന്നില്ല. Okay, then another failure of traditional machines, that is machine tool resonance. Resonance means frequency related ആയിട്ടുള്ള എലമെന്റ് ആണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അതൊരു വൈബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് മെഷീൻ ടൂൾ റെസൊണൻസ്. അതേപോലെ തന്നെ മെഷീൻ ടൂൾ ചാറ്റർ, ദാറ്റ് ഈസ് വൈബ്രേഷണൽ ഡിഫക്ട്സ് ആണ്. സോ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CNC മെഷീൻസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മുടെ ടെക്നോളജി എത്തിയത് അല്ലെ. സോ CNC മെഷീൻസിലെ പ്രധാനപ്പെട്ട, ഞാൻ CNCയുടെ ബേസിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ തിയറി സൈഡിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ട്രഡീഷണൽ മെഷീൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ത് ഡിസ്അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. കാരണം നമുക്ക് കൂടുതലും ഇതിന്റെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ എലമെന്റ്സുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ CNC മെഷീൻ സ്ട്രക്ചർ വെച്ചിട്ടാണ്. കാരണം ഫസ്റ്റ് എലമെന്റ് ഓഫ് എ മെഷീൻ ഇസ് എ മെഷീൻ സ്ട്രക്ചർ. ഏത് എലമെന്റിന്റെയും ഏത് മെഷീൻ ടൂളിന്റെയും ബേസിക് എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അല്ലെ, മെഷീൻ സ്ട്രക്ചർ. നമ്മളിപ്പോ വീടാണെങ്കിൽ വീടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? തറയിൽ നിന്നാണ്. അപ്പൊ അതേപോലെ നമ്മുടെ മെഷീൻ ടൂളിന്റെ സപ്പോർട്ടിംഗ് മെമ്പർ ആണ് ഒരു മെഷീൻ സ്ട്രക്ചർ. സോ ദ മെഷീൻ സ്ട്രക്ചർ ഈസ് ദ ലോഡ് ക്യാരിയിങ് ആൻഡ് സപ്പോർട്ടിംഗ് മെമ്പർ ഓഫ് ദി CNC മെഷീൻ ടൂൾ. All the motors, drive mechanism and other functional assemblies of machine tools are aligned to each other and rigidly fixed to the മെഷീൻ സ്ട്രക്ചർ. നമുക്കറിയാം ഒരു മെഷീൻ ടൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ട്രഡീഷണൽ മെഷീൻസ് തന്നെ എക്സാമ്പിളിന് വേണ്ടി പറയാം. ലെയ്ത്ത് വരുമ്പോൾ ലെയ്ത്തിനകത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അല്ലെ. ഹെഡ് സ്റ്റോക്ക്, അതേപോലെ നിങ്ങൾ പറഞ്ഞ ചക്ക്, സ്പിൻഡിൽ, അതേപോലെ ടൂൾ പോസ്റ്റ്, അതേപോലെ കാരിയേജ് എലമെന്റ്, അതിൻ്റെ ലീഡ് സ്ക്രൂ, അങ്ങനെയുള്ള ഒരുപാട് മെക്കാനിസംസും ഒരുപാട് അസംബ്ലീസും വരുന്നുണ്ട്. ഈ അസംബ്ലീസിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് മെഷീൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മെഷീൻ സ്ട്രക്ചർ ഈസ് സബ്ജക്റ്റഡ് ടു സെവറൽ ലോഡ്. നമുക്കറിയാം ഇത് തന്നെ എല്ലാം ക്യാരി ചെയ്യുന്നത് മെഷീൻ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ലോഡ് ആക്ട് ചെയ്യും, പല ടൈപ്പ് ലോഡുകൾ ആക്ട് ചെയ്യും. ആ ടൈപ്സ് ഓഫ് ലോഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പറയാം. ദാറ്റ് ഈസ് ഡിഫറെന്റ് ലോഡ്സ് ഇൻ മെഷീൻ സ്ട്രക്ചർ: സ്റ്റാറ്റിക് ലോഡ്, ഡൈനാമിക് ലോഡ് ആൻഡ് തേർമൽ ലോഡ്സ്. അപ്പൊ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം.
ഇത് മെഷീൻ സ്ട്രക്ചറിന്റെ മുകളിലാണ് എല്ലാ ടൈപ്പ് ഫോഴ്സുകളും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ലോഡുകളും വന്ന് ആക്ട് ചെയ്യുക. ഇപ്പൊ ഒരു മെഷീൻ ടൂളിൽ പ്രധാനമായിട്ട് ആക്ട് ചെയ്യുന്ന 3 ടൈപ്പ് ലോഡുകളെ പറ്റി ഒന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് സ്റ്റാറ്റിക്, ഡൈനാമിക്, തെർമൽ. നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ ഇത് ആവശ്യം വരും. നിങ്ങളൊരു പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആലോചിക്കുന്ന പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ മുകളിലും ഈ പറയപ്പെടുന്ന 3-4 ഫോഴ്സുകളൊക്കെ വരും. സോ എന്താണ് സ്റ്റാറ്റിക് ലോഡ്, എന്താണ് ഡൈനാമിക് ലോഡ്, വാട്ട് ഈസ് തെർമൽ ഫോഴ്സസ് ഓർ തെർമൽ ലോഡ്, അതൊക്കെ നമുക്ക് നോക്കാം. സോ ദ സ്ട്രക്ചർ ഷുഡ് ബി സ്ട്രോങ് ഇനഫ് നോട്ട് ടു ഡിഫോം ഓർ വൈബ്രേറ്റ് ബിയോണ്ട് ദ പെർമിസിബിൾ ലിമിറ്റ്സ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ദീസ് ഫോഴ്സസ്. അപ്പൊ എല്ലാ ടൈപ്പ് ഫോഴ്സും നമ്മുടെ മെഷീൻ സ്ട്രക്ചറിലാണ് ആക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഫോഴ്സുകൾ കാരണം നമ്മുടെ ടോട്ടൽ മെഷീൻ ടൂളിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഒരു ഡീഫോർമേഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ വൈബ്രേഷനോ, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ മെഷീൻസിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ ബാക്ക്ലാഷിങ്, അതുപോലെ തന്നെ മെഷീൻ ടൂൾ ചാറ്റർ, അതേപോലെ റെസൊണൻസ്, പിന്നെ എക്സ്ട്രാ അൺവാണ്ടഡ് വൈബ്രേഷൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ മെഷീൻസിന്റെ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു CNC മെഷീൻ സ്ട്രക്ചർ എന്തായിരിക്കണം, ഈ പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടായിരിക്കണം. സോ it should be strong enough not to deform or vibrate beyond the permissible limits. So the machine structure design is also influenced by the consideration of manufacture, assembly and operation. ഇവിടെ ഒരു പിന്നെ കോൺഫിഗറേഷൻ, മെഷീൻ ടൂളിന്റെ കോൺഫിഗറേഷൻ, ഒരു സിമ്പിൾ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫിഗർ എയില് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു മെഷീൻ സ്ട്രക്ചർ ഉണ്ട് അല്ലെ, താഴെയില് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ. അതിന്റെ മുകളിലാണ് മറ്റ് അസംബ്ലീസ് ഒക്കെ വരിക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വർക്ക് ടേബിൾ വന്നിട്ടുണ്ട്, ഇവിടെ 2 കോളംസ് ഉണ്ട്, അതേപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അല്ലെ, ഒരു കോളം ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, അതേപോലെ ടൂൾ പോസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ടൂൾ പോസ്റ്റ്, സ്ലൈഡിംഗ് ടൂൾ പോസ്റ്റ് ഉണ്ട്. ഇതൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് എവിടെയാണ്, ഇതിന്റെ ബേസിക് സ്ട്രക്ചറിന്റെ മുകളിലാണ്. സോ ഒരു മെഷീൻ ടൂളിന്റെ ഒരു ജനറൽ കോൺഫിഗറേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് വേറൊരു മെഷീൻ ടൂളിന്റെ കോൺഫിഗറേഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയും ഒരു വർക്ക് ടേബിൾ ഉണ്ട്, അതേപോലെ മൂവിംഗ് കോളം ഉണ്ട്, ടൂൾ സ്പിൻഡിൽ ഉണ്ട്. ഇതൊക്കെ ജനറലി അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു ബേസിക് സ്ട്രക്ചറിന്റെ മേളാണ്. സോ മെഷീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഷീൻ ടൂളിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിനെയും എന്തൊക്കെ മെക്കാനിസംസ് ഉണ്ടോ ആ മെക്കാനിസം എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മെഷീന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെയാണ്, മെഷീൻ ടൂളിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് മെഷീൻ ടൂൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എ CNC മെഷീൻ എന്ന് പറയുന്നത്. സോ അതിനുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കോൺഫിഗറേഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനം അതിനകത്ത് 3 ഫോഴ്സുകളാണ് ഏതൊരു മെഷീൻ ടൂളിന്റെയും ബേസിക് ആയിട്ട് അതിന് മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന 3 ടൈപ്പ് ഫോഴ്സ്. ഈ 3 ടൈപ്പ് ഫോഴ്സിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ആർക്ക് പറ്റണം, സ്ട്രക്ചേഴ്സിന് പറ്റണം അല്ലെ. സോ ദ ഫോളോയിങ് ആർ ദി ഡിസൈൻ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദി ഡിസൈൻ ഓഫ് മെഷീൻ സ്ട്രക്ചർ, CNC മെഷീൻ സ്ട്രക്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെഷീൻ സ്ട്രക്ചറിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന 3 ലോഡ്സ്, ദാറ്റ് ഈസ് സ്റ്റാറ്റിക്, ഡൈനാമിക് ആൻഡ് തെർമൽ. വാട്ട് ഈസ് സ്റ്റാറ്റിക് ലോഡ്? സ്റ്റാറ്റിക് മീൻസ് എന്താ? സ്റ്റാറ്റിക്സും ഡൈനാമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാട്ട് ഈസ് സ്റ്റാറ്റിക്സ്? ടൈം ചേഞ്ച് ഇല്ലാണ്ട്. സ്റ്റാറ്റിക്സ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് an object at rest എന്നൊക്കെയാണ് നമ്മൾ അതിന്റെ ഫിസിക്കൽ അതിന്റെ ഒരു എന്ത് പറഞ്ഞത്, നമ്മൾ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ഡൈനാമിക്സ് ഓക്കെ ഡൈനാമിക്സ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ലോഡിലേക്ക് വരല്ല. സ്റ്റാറ്റിക്സ്, വാട്ട് ഈസ് സ്റ്റാറ്റിക്സ്, വാട്ട് ഈസ് ഡൈനാമിക്സ്? സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നമുക്കറിയാം സ്റ്റഡി ഓഫ് എൻ ഒബ്ജെക്ട് അറ്റ് റെസ്റ്റ് ആണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എൻ ഒബ്ജെക്ട് ഹാവിങ് എ മോഷൻ അല്ലെ. അതേപോലെ സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുന്നത് ആക്ച്വലി അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ ടൂള് റെസ്റ്റിലായിരിക്കുമ്പോൾ, അതായത് ഉപയോഗിക്കാത്ത കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പം ഇറ്റ്സെൽഫ് ഒരു ബോഡി വെയിറ്റ് നിങ്ങൾക്കുണ്ട്, നിങ്ങളിപ്പോൾ ഒരു പണി എടുക്കുന്നില്ല, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, ബട്ട് നിങ്ങൾക്ക് സംതിങ് ഉണ്ടല്ലേ നിങ്ങളുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആക്ട് ചെയ്യപ്പെടുന്ന ഒരു വെയിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് എ ഫോഴ്സ് അല്ലെ. നിങ്ങളുടെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ബോഡി വെയിറ്റ് എന്നുള്ളത് ഒരു സ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഞാൻ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും ആക്ട് ചെയ്യപ്പെടുന്ന ഒരു ലോഡാണ് സ്റ്റാറ്റിക് ലോഡ്. സോ ദ സ്റ്റാറ്റിക് ഫോഴ്സ് ആർ എക്സേർട്ടഡ് കോമൺലി ബൈ ദി വെയിറ്റ് ഓഫ് മെഷീൻ ഇറ്റ്സെൽഫ് ആൻഡ് ദ ഫോഴ്സസ് ഡ്യൂ ടു കട്ടിങ്. അപ്പം അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു, മോഷനിൽ ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുമ്പോഴുള്ള ലോഡുകളെയാണ് സ്റ്റാറ്റിക് ലോഡ്സ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റാറ്റിക് ലോഡ്സ്, ദ സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ മെഷീൻ ഡ്യൂ ടു ഇറ്റ്സ് ബോഡി വെയിറ്റ്. So the static forces are exerted commonly by the
വെയിറ്റ് ഓഫ് മെഷീൻ ഇറ്റ് സെൽഫ്. അത് നമ്മൾ ഒരു ഒട്ടും വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകളെയാണ് സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയാം. ഇപ്പം പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിക് ലോഡാണ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെഷീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ മെക്കാനിസംസ്, അതിനകത്ത് വരുന്ന മറ്റെല്ലാ ടൂൾസ്, അതിന്റെ കമ്പണൻസ്, എന്തൊക്കെ എലമെന്റുകൾ ഒരു മെഷീൻ ടൂളിലുണ്ടോ ഇതിനെയൊക്കെ ക്യാരി ചെയ്യുന്ന എലമെന്റ് ആണ് നമ്മുടെ മെഷീൻ സ്ട്രക്ചർ, അല്ലെ? സോ മെഷീൻ സ്ട്രക്ചർ ആണ് ഇവരെയൊക്കെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഒക്കെ വെയിറ്റ് ആരിലേക്കാണ് ആക്ട് ചെയ്യുക? ഇതിന്റെ ബേസിക് സ്ട്രക്ചറിലേക്കാണ്. സോ ഇത്രയും വെയിറ്റിനെ, ഈ സ്റ്റാറ്റിക് ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും മാത്രം ക്യാപ്പബിൾ ആയിരിക്കണം നമ്മുടെ മെഷീൻ സ്ട്രക്ചർ. To keep the deformation of the structure due to static load within permissible limits, the structure should have adequate stiffness and proper structural configuration. So ഈ സ്റ്റാറ്റിക് ലോഡിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഡീഫോർമേഷൻ ഇല്ലാതെ സ്ട്രക്ചർ നിലനിൽക്കണമെങ്കിൽ it should have adequate stiffness and proper structural configuration. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വൺ, that is dynamic load. What is dynamics? Dynamics is the study of an object having a motion, അല്ലെ? അതേപോലെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മെഷീൻ ടൂളിന് ഒരു ഇനേഷ്യ ഉണ്ടാകുമ്പോൾ, ദാറ്റ് ഈസ് എ മോഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് സംതിങ്, അതിനകത്തുള്ള എലമെന്റ്സ് ഒക്കെ മൂവ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന അഡീഷണൽ ഫോഴ്സുകൾ ഉണ്ടാകും, ബോഡി വെയിറ്റിന് പുറമെ വരുന്ന ഫോഴ്സുകൾ. ദാറ്റ് ഈസ് ദ ഇനേഷ്യ ഫോഴ്സ് ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ഡൈനാമിക് ലോഡ്സ് വിച്ച് ആർ എക്സേർട്ടഡ് ബൈ റാപ്പിഡ് ആക്സിലറേഷൻ ആൻഡ് ഡിസിലറേഷൻ. അപ്പോൾ നമ്മളിപ്പോ ലെയ്ത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലെയ്ത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് മോഷൻസ് സംഭവിക്കുന്നുണ്ട്. മീൻസ് നമ്മുടെ ഈ പറഞ്ഞ സ്പിൻഡിലിന് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടാവാം, അതേപോലെ ചക്കിന് ഒരു റൊട്ടേഷണൽ മോഷൻ കൊടുക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള കുറെ മോഷൻ കാരണം, മൂവ്മെന്റ് കാരണം വരുന്ന എക്സ്ട്രാ ലോഡ്, ദാറ്റ് ഈസ് ഇനേഷ്യൽ ലോഡ്സ്, അതിനെയാണ് നമ്മൾ ഡൈനാമിക് ലോഡ്സ് എന്ന് പറയുന്നത്. ഡൈനാമിക് ലോഡ്സ് ആർ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സ്ട്രക്ചർ വൈൽ മൂവ്മെന്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്. ഒരു മോഷൻ നടക്കുമ്പോൾ അതിനകത്തുള്ള മെഷീൻ ടൂളിന്റെ മെഷീനിങ് എലമെന്റ്സ് ഒക്കെ മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യപ്പെടുന്ന ലോഡുകളെയാണ് ഡൈനാമിക് ലോഡ്സ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു കോൺസ്റ്റന്റ് ഒന്നും ആയിരിക്കില്ല, കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആയിരിക്കും. നമ്മൾ ആരൊക്കെയാണോ മോഷനിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും? ഡൈനാമിക് ലോഡിൽ വേരിയേഷൻസ് ഉണ്ടാവാം. ദീസ് ഡൈനാമിക് ഫോഴ്സസ് മേക്സ് വൈബ്രേഷൻസ്. നമുക്കറിയാം, റെസ്റ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മെഷീൻസിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല, പക്ഷെ നമ്മളത് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരാം. കാരണം ഈ ഡൈനാമിക് ഫോഴ്സ് നമ്മുടെ പെർമിസിബിൾ ലിമിറ്റിനേക്കാളും മേലോട്ടേക്ക് വരുമ്പോഴാണ് അൺവാണ്ടഡ് വൈബ്രേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് ക്രിയേറ്റിംഗ് വൈബ്രേഷൻസ്. അപ്പം വൈബ്രേഷൻ വരും എന്ന് പറഞ്ഞു, ഡൈനാമിക് ലോഡ് കാരണം വൈബ്രേഷൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ വൈബ്രേഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ദാറ്റ് ഈസ് അൺബാലൻസ്ഡ് റൊട്ടേറ്റിംഗ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്. നമ്മുടെ മെഷീൻ ടൂളിൽ റെസിപ്രോക്കേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ്, അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റൊട്ടേഷൻസും റെസിപ്രോക്കേഷൻസ് ഒക്കെ നടക്കുന്ന പാർട്സ് മെഷീനിൽ ഉണ്ടാകുമ്പോൾ മെഷീനിൽ എന്തുണ്ടാവും? ഹയർ ഡൈനാമിക് ലോഡ് ഉണ്ടാവും. അത് കാരണം സംടൈംസ് വൈബ്രേഷൻ ഉണ്ടാവാം. അതേപോലെ ഇംപ്രോപ്പർ മെഷിംഗ് ഓഫ് ഗിയേഴ്സ്. മെഷിംഗ് ഓഫ് ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് മെഷീൻ തമ്മിൽ മേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. അത് ഇംപ്രോപ്പർ ആകുമ്പോഴും നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ സിസ്റ്റത്തിൽ മെഷീൻ ടൂളിൽ വൈബ്രേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഇസ് ഡൈനാമിക് ലോഡ് പെർമിസിബിൾ ലിമിറ്റിനേക്കാളും മേലോട്ടേക്ക് പോവാം. ദെൻ ഇറഗുലർ അലൈൻമെന്റ് ഓഫ് ബെയറിംഗ്സ്. നമ്മൾ ഇതിനകത്ത് ഇനി പഠിക്കാൻ പോകുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെയറിംഗ്സിനെ പറ്റി. ഇപ്പൊ ബെയറിങ്ങുകളുടെ ഇറഗുലർ അലൈൻമെന്റ്സ് എന്തുണ്ടാക്കാം? ഡൈനാമിക് ലോഡിന്റെ ഒരു ഷൂട്ടപ്പ് ഉണ്ടാക്കാം. അത് കാരണം നമുക്ക് വൈബ്രേഷനിലേക്ക് നമ്മുടെ മെഷീനിന് പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ. ഹലോ, കട്ടായോ? ഹലോ, ഓക്കെ. ഇന്ററപ്റ്റഡ് കട്ട് വൈൽ മെഷീനിങ്. അതേപോലെ നമ്മൾ കട്ടിങ്ങും അതേപോലെ മെഷീനിങ് ആക്ഷൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വൈബ്രേഷൻ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഇതിനെ വൈബ്രേഷനെ എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും? എങ്ങനെയാണ് വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യുക? ഒരു തവണ MG യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വൈബ്രേഷനും അതുപോലെ തന്നെ തെർമൽ ലോഡും. ഇത് ഡൈനാമിക് ലോഡ് കാരണമാണല്ലോ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വൈബ്രേഷനും തെർമൽ ലോഡും കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു മെഷീൻ ടൂളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡൈനാമിക് ലോഡ് പെർമിസിബിൾ ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്യുമ്പോഴാണ് വൈബ്രേഷൻസ് ഉണ്ടാകുന്നത്. സോ വൈബ്രേഷൻസ് കുറക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മെത്തേഡുകൾ ഓൾറെഡി അറിയാം, ഡാമ്പിംഗ് എലമെന്റുകൾ പോലെയുള്ളത്. സോ അതല്ലാതെ കുറച്ച് മെത്തേഡ്, റെഡ്യൂസിങ് ദി മാസ് ഓഫ് ദി സ്ട്രക്ചറിന്റെ ഹോൾ ബോഡി മാസ് കുറക്കുക. അതേപോലെ പ്രൊവൈഡിങ് പ്രോപ്പർലി ഡിസൈൻഡ് സ്ട്രക്ചർ ഹാവിംഗ് ഹൈ സ്റ്റിഫ്നെസ്, യൂസിങ് റിബ്സ്, ബ്രേസസ് ആൻഡ് ആംഗിൾ പ്ലേറ്റ്സ്. ദെൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് നോർമൽ വെയിറ്റ് യൂണിഫോംലി ഓവർ ദി എൻറ്റയർ ഫ്രെയിം ഓഫ് മെഷീൻ. അത് ഒരു സ്ഥലത്ത് കൂടുതൽ ലോഡ് ആക്ട് ചെയ്യാതെ എല്ലാ ഏരിയയിലും
ഒരു യൂണിഫോം ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്ത് സ്ട്രക്ചറിനകത്ത് ഓരോ എലമെന്റിനെയും പ്ലേസ് ചെയ്യുക. അതേപോലെ ഡാമ്പിംഗ് പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യുക. അലൈനിങ് ദി മെഷീൻ എലമെന്റ്സ് പ്രോപ്പർലി റിലേറ്റീവ് ടു ഈച്ച് അതർ ഇൻ ഓപ്പറേഷൻ ആൻഡ് ഇൻ സ്റ്റേഷനറി കണ്ടീഷൻസ്. അത് വൈബ്രേഷൻസ് കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡാമ്പിംഗ് പ്രോപ്പർട്ടി കൂട്ടുക. നമ്മൾ വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഡാമ്പേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിനകത്ത് നിങ്ങൾ ഡോമിനകത്തും മോമിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ വൈബ്രേഷൻ അബ്സോർബിങ് ഡിവൈസുകൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഇതിനകത്ത് റിബ്സ്, ബ്രേസസ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ഇനി പറയാൻ പോകുന്ന ബെയറിങ്സിനകത്തൊക്കെ വരുന്നുണ്ട്. അന്നേരം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കുറച്ച് റിബ്സ്, ബെയറിംഗ്, ബ്രേസസ്, ആംഗിൾ പ്ലേറ്റ്സ് ഇതൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ ഇതിന്റെ സ്ട്രക്ചറിന് മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വൈബ്രേഷൻ കുറയ്ക്കാൻ പറ്റും. ദെൻ പ്രധാനപ്പെട്ട അനദർ ലോഡ് ഓഫ് മെഷീൻ സ്ട്രക്ചർ, ദാറ്റ് ഈസ് തെർമൽ ലോഡ്. ഞാൻ പറഞ്ഞിട്ട് മെഷീൻ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട 3 ലോഡിൽ ഒന്ന് സ്റ്റാറ്റിക് ലോഡാണ്, മറ്റൊന്ന് ഡൈനാമിക് ലോഡാണ്, ദെൻ തേർഡ് വൺ ഈസ് തെർമൽ ലോഡ്. തെർമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംതിങ് റിലേറ്റഡ് ടു ഹീറ്റ് അല്ലെ. അപ്പോൾ ചൂട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഹീറ്റ് കാരണം ഉണ്ടാകുന്ന ലോഡിങ്ങിനെയാണ് തെർമൽ ലോഡ് എന്ന് പറയുന്നത്. ഇൻ CNC മെഷീൻ ദർ ആർ നമ്പർ ഓഫ് ഹീറ്റ് സോഴ്സസ് ക്രിയേറ്റിംഗ് തെർമൽ ഗ്രാഡിയൻസ് വിത്ത് ദി മെഷീൻ. ഇപ്പോൾ മെഷീനിൽ ഹീറ്റ് അല്ലെങ്കിൽ ആ ഒരു തെർമൽ ഗ്രേഡിയന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് നമ്മുടെ മെഷീൻസിലുണ്ട്. ആ ഒരു ലോഡിങ്ങിനെയാണ് തെർമൽ ലോഡിങ് എന്ന് പറയാം. സോ സം ഓഫ് ദി സോഴ്സസ് ആർ ഇലക്ട്രിക് മോട്ടോർ. നമുക്കറിയാം ഒരു മെഷീൻ ടൂള് വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്തേക്ക് ഡ്രൈവ് സിസ്റ്റംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടോർ സിസ്റ്റംസ് ആണ്. അപ്പൊ ഈ മോട്ടോറിന്റെ വർക്കിംഗ് കാരണം അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നമ്മുടെ മെഷീൻ സ്ട്രക്ചറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മെഷീന്റെ ബോഡിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഫ്രിക്ഷൻ ഡ്യൂ ടു മെക്കാനിക്കൽ ഡ്രൈവ്സ് ആൻഡ് ഗിയർ ബോക്സസ്, അതല്ലാതെ ഒരു ഹീറ്റ് സോഴ്സ് ആയിട്ട് വരാനുള്ള ഒരു ഏരിയ ആണ് സ്ലൈഡിങ് കാരണം, അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയാ പരസ്പരമുള്ള ഈ ഒരു ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഫ്രിക്ഷൻ ഇൻ ബെയറിംഗ്സ് ആൻഡ് സ്ലൈഡ് വേസ്. സൈഡ് വേ അല്ലേ, അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്ലൈഡ് വേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു മോഷൻ കിട്ടണമെങ്കിൽ ആ മോഷൻ സാധ്യമാകുന്ന അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന വഴികളെയാണ് ഗൈഡ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എലമെന്റ് മൂവ് ചെയ്യുന്നത് കാരണം ഈ ഗൈഡ് വേയുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴേക്ക് അവിടെ ഹീറ്റ് ഉണ്ടാവും. ദെൻ മെഷീനിങ് പ്രോസസ്, നമുക്ക് കട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ മെഷീൻ ടൂൾ അല്ലെങ്കിൽ കട്ടിംഗ് ടൂളും നമ്മുടെ വർക്ക് പീസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ഹീറ്റ് ജനറേഷൻ ഉണ്ടാവാറുണ്ട്. അതേപോലെ മെഷീനിങ് പ്രോസസ്സ്, ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ്, നമ്മുടെ മെഷീൻ ടൂൾ ഇരിക്കുന്നതിന്റെ അറ്റ്മോസ്ഫിയർ, സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ചിലപ്പോൾ നമ്മുടെ മെഷീനിലേക്ക് ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദി സോഴ്സ് ഓഫ് തെർമൽ ലോഡ്സ് ഇൻ മെഷീൻ ടൂൾസ്. മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്കറിയാം ഇലക്ട്രിക് മോട്ടോഴ്സും അതേപോലെ ഡ്രൈവ് സിസ്റ്റംസും ഒക്കെയാണ് കൂടുതലും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, അതേപോലെ മെഷീനിങ് ഓപ്പറേഷൻസും. അപ്പൊ ഈ പറയുന്ന തെർമൽ ലോഡുകളെയും നല്ല രീതിയിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നല്ല ഗുഡ് കണ്ടീഷനിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം നമ്മുടെ ബേസിക് മെഷീൻ സ്ട്രക്ചർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ MG യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എങ്ങനെയാണ് തെർമൽ ഡീഫോർമേഷൻ അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ എഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നത്. അത് കുറയ്ക്കാൻ ഒരുപാട് മെത്തേഡ് നമുക്കുണ്ട്. ഒന്ന്, ലാർജ് ഹീറ്റ് റിമൂവിങ് സർഫസ് ക്യാൻ ബി പ്രൊവൈഡഡ്. അത് നല്ല രീതിയിൽ അതിനകത്ത് കൂളിംഗ് നടക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ കൂളിംഗ് നടത്താൻ ആവശ്യമായ ഒരു ഹീറ്റ് സർഫസ് റിമൂവിങ് ഏരിയ, സർഫസ് ഏരിയ കൂട്ടുക. അതായത് കൂടുതൽ എയറുമായിട്ടുള്ള കോണ്ടാക്ട് വരുന്ന രീതിയിൽ അതിനകത്ത് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ മോട്ടോർ, ഗിയർ ഡ്രൈവ്സ് ആൻഡ് അതർ ഡ്രൈവ്സ് ക്യാൻ ബി എക്സ്റ്റേണലി മൗണ്ടഡ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ മോട്ടോറാണ്. അതേപോലെ അതിനകത്ത് വരുന്ന മറ്റ് മെക്കാനിസംസും അസംബ്ലീസും ആണ്. അങ്ങനെ കൂടുതൽ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ മെഷീൻ ടൂളിന് പുറത്ത്, അതായത് മെഷീൻ സ്ട്രക്ചറിൽ പ്ലേസ് ചെയ്യാതെ അവരെ വേറെ തന്നെ എക്സ്റ്റേണലി മൗണ്ട് ചെയ്യുക. ദെൻ എക്സലന്റ് കൂളൻസ് ക്യാൻ ബി യൂസ്ഡ്. ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ കുറക്കാൻ വേണ്ടി നമുക്ക് കൂളൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഡിസൈനിങ് ഓൾ പാർട്സ് കൺസിഡറിങ് തെർമൽ സ്ട്രെസ്സസ്. അപ്പം തെർമൽ സ്ട്രെസ് എന്ന് പറയുന്ന ഡിസൈൻ കൺസിഡറേഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മൾ മെക്കാനിക്കൽ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞതിന്റെ പുറമെ തെർമൽ സ്ട്രെസ്സുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, തെർമൽ സ്ട്രെസ്സും തെർമൽ സ്ട്രെയിനൊക്കെ. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മെഷീൻ ടൂൾ ഡിസൈൻ ചെയ്യുമ്പോൾ തെർമൽ സ്ട്രെസ് എന്നുള്ള കൺസിഡറേഷൻ, ഡിസൈൻ കൺസിഡറേഷൻ നമ്മൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ അവോയ്ഡിങ് ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഹീറ്റ് ഫ്രം സൺലൈറ്റ്. നമ്മൾ നേരത്തെ ഹീറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു തെർമൽ ലോഡിന്റെ സോഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ.
വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമുക്കറിയാം, CNC മെഷീൻസ് ഒക്കെ പൊതുവെ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഒരു AC റൂമിലൊക്കെ ആയിരിക്കും അല്ലെ, കണ്ടീഷൻഡ് റൂമിലായിരിക്കും CNC മെഷീൻസ് പൊതുവെ കീപ്പ് ചെയ്യുന്നത്. നമ്മളെ ട്രഡീഷണൽ മെഷീൻസ് ഇപ്പം ലെയ്ത്ത് ആണെങ്കിലും ഷേപ്പർ മെഷീൻസ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാം നമ്മളെ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ മാത്രമാണ് നമ്മൾ കീപ്പ് ചെയ്യാറ്. പക്ഷെ ഈ പറയുന്ന CNC കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെത്തേഡിലുള്ള അല്ലെങ്കിൽ മെക്കാട്രോണിക് എലമെന്റ് ആയിട്ടുള്ള CNC മെഷീൻ ടൂൾസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻഡ് എയറിലാണ് അല്ലെങ്കിൽ AC-യിലാണ് അല്ലെ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ എക്സ്റ്റേണലി വരുന്ന ഈ സൺലൈറ്റ് കാരണവും നമ്മൾ എക്സ്റ്റേണൽ സറൗണ്ടിങ്സിലുള്ള മറ്റു പ്രശ്നങ്ങൾ കാരണവും വരുന്ന ആ ഒരു തെർമൽ ലോഡ് കുറക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. തെർമോസിമെട്രിക് ഡിസൈനിങ് ഓഫ് മെഷീൻ സ്ട്രക്ചർ, റെഡ്യൂസിങ് ആംബിയന്റ് ടെമ്പറേച്ചർ ബൈ ഇൻസ്റ്റാളിംഗ് എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ്, അതാണ് ഇപ്പൊ പറഞ്ഞത്. Then providing a proper lubrication system to remove frictional heat from bearings and slide ways. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഹീറ്റ് സോഴ്സ് ആണ് ഫ്രിക്ഷണൽ സോഴ്സ് അല്ലെ. സ്ലൈഡ് വേയുടെയും ഗൈഡ് വേയുടെയും ഒക്കെ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫ്രിക്ഷൻ വരുന്ന ഏരിയാസിൽ നമ്മൾ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കുക. ഫ്രിക്ഷൻ കുറച്ചാൽ ഫ്രിക്ഷൻ കാരണമുള്ള ഹീറ്റിംഗ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ തെർമൽ ലോഡ്, സ്റ്റാറ്റിക് ലോഡ്, ഡൈനാമിക് ലോഡ്, ഈ 3 ടൈപ്പ് ലോഡാണ് ഒരു മെഷീൻ സ്ട്രക്ചറിന് മുകളിൽ പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്ന ലോഡുകൾ. നമുക്കിപ്പോൾ ഇവിടെ മെഷീൻ സ്ട്രക്ചറും ഇതിനകത്ത് വരുന്ന കുറെ യൂണിറ്റുകളൊക്കെ നമ്മളൊരു ബേസിക് ഒരു കോൺഫിഗറേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട 3 ഫോഴ്സുകളാണ് തെർമൽ, ഡൈനാമിക്, സ്റ്റാറ്റിക്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡൈനാമിക് ഫോഴ്സ് അല്ലെങ്കിൽ വൈബ്രേഷണൽ ഫോഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക നമ്മൾ പറഞ്ഞു. തെർമൽ ഫോഴ്സ് കുറയ്ക്കുന്നതിനെ പറ്റിയും പറഞ്ഞു. സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുന്നത് എല്ലാ ബോഡിക്കും ഇറ്റ്സെൽഫ് ഉള്ള ബോഡി വെയിറ്റ് തന്നെയാണ് സ്റ്റാറ്റിക് ലോഡ്. അപ്പൊ നമുക്ക് അതിന്റെ ബോഡി വെയിറ്റ് കുറയ്ക്കാന്ന് വെച്ചാൽ അതിന്റെ പാർട്സിന്റെ മാസ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിലാകെയുള്ള നമുക്കുള്ള ഒരു കോംബോ. സോ ദീസ് ആർ ദി ഡിസൈൻ കൺസിഡറേഷൻ ഇൻ മെഷീൻ സ്ട്രക്ചർ. ഈ 3 ലോഡുകളെയാണ് നമ്മൾ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഇനി രണ്ടാമത്തെ പാർട്ട് നമ്മളിപ്പോ മൊഡ്യൂളിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇവിടെ ഇപ്പോ നമ്മൾ പറഞ്ഞത് മെക്കാട്രോണിക്സ് ഇൻ CNC അതിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അതിലെ ഡിസൈൻ ഓഫ് മോഡേൺ CNC മെഷീനിലെ ഫസ്റ്റ് എലമെന്റ് ദാറ്റ് ഇസ് മെഷീൻ സ്ട്രക്ചർ എന്താണെന്നും അതിന്റെ ഡിസൈൻ പാരാമീറ്റേഴ്സ് 3 ടൈപ്പ് ലോഡുകളാണ്. ആ ലോഡുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും അതെങ്ങനെയൊക്കെയാണ് കുറയ്ക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഗൈഡ് വേസ് അല്ലെങ്കിൽ ബെയറിങ്സ്. മെഷീൻ ടൂളിലെ പ്രധാനപ്പെട്ട അടുത്ത എലമെന്റ് ആണ് സ്ലൈഡ് വേ അല്ലെങ്കിൽ ഗൈഡ് വേ എന്നൊക്കെ പറയുന്ന എലമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോഷനിലിരിക്കുന്ന ഒരാൾ എങ്ങനെ മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ വഴിയാണ് അല്ലെ. എനിക്കിപ്പോ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റേ ക്ലാസ്സിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവാം, അല്ലെ ഞാനിപ്പോ നിൽക്കുന്ന പോയിന്റ് നിന്ന് അടുത്ത പോയിന്റിലേക്ക് എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവാം. അതേപോലെ എനിക്ക് ഒരു ആർച്ച് പോലെ വളഞ്ഞിട്ട് പോവാം, ഒരു സിഗ്സാഗ് ഓർഡറിൽ പോവാം. ആ പോകുന്നതൊക്കെ നിയന്ത്രിക്കുന്നത് ഞാൻ പോകുന്ന വഴിയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞാനൊരു പുഴയുടെ ഇക്കരയാണുള്ളത്, എനിക്ക് അപ്പുറത്തെ കരയിലേക്ക് എത്തണം. എനിക്ക് അവിടെ ഒരു ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ബ്രിഡ്ജാണ്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലുള്ള ബ്രിഡ്ജാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ് അപ്പുറത്ത് പോകുന്നതെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എന്നെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്റെ മോഷൻ എങ്ങനെയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും അല്ലെ? അല്ലേടാ, ഹലോ, ഓക്കെ. നേരെ കുറച്ച് ഈ ബ്രിഡ്ജ് ഒരു ഒരു സിഗ്സാഗ് ഓർഡറിൽ ഒരു സെഡ് നമ്മളിങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഒരു ബ്രിഡ്ജ് ആണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്റെ മോഷൻ എന്ന് പറയുന്നത് ആ ബ്രിഡ്ജിന്റെ ഓറിയന്റേഷൻ അല്ല അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണോ അതനുസരിച്ചാണ്. അപ്പോ എന്റെ മോഷനെ അവിടെ കൺട്രോൾ ചെയ്തത് എനിക്ക് പോകാൻ ഒരുക്കി തന്ന വഴിയാണ് അല്ലെ, വേ ആണ്. അപ്പൊ എന്നെ ഗൈഡ് ചെയ്തത്, എന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഗൈഡ് ചെയ്തത് അവിടെയുള്ള ബ്രിഡ്ജാണ്. അപ്പൊ ആ ബ്രിഡ്ജിനെയാണ് ഞാനിപ്പം മെഷീൻ ടൂളിൽ എന്ത് പറയാ, ഗൈഡ് വേ എന്ന് പറയാം. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്കിപ്പം ലെയ്ത്തിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ലെയ്ത്തിൽ കുറെ ലീനിയർ മോഷൻ വരുന്ന എലമെന്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ലീനിയർലി തന്നെ മൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു ലീനിയർ മോഷൻ പ്രൊവൈഡ് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ അവിടെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു, അതിനൊരു വഴി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഗൈഡ് വേ ഓഫ് ദാറ്റ് മെഷീൻ എലമെന്റ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള മെഷീൻ ടൂളില് അതിനകത്ത് വരുന്ന ക്യാരേജ്, സ്ലൈഡ്സ്, ടേബിൾസ്, അങ്ങനെയുള്ള പല എലമെന്റുകൾ ഉണ്ടാവും. മോഷനിൽ ഇരിക്കുന്ന എലമെന്റുകളെ, അതിന്റെ മോഷനെ ഗൈഡ് ചെയ്യുന്ന എലമെന്റുകളെയാണ് ഗൈഡ് വേ എന്ന് പറയാം. അപ്പോ ഞാൻ വീണ്ടും പഴയ എക്സാമ്പിളിലേക്ക് തന്നെ പോകുന്നു. ഞാനും പാലവും അല്ലെ, എനിക്ക് ഇപ്പുറത്തെ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകണം. അപ്പൊ ഞാൻ പാലം വഴി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ബ്രിഡ്ജിലൂടെ ഞാൻ പോകുമ്പോൾ എന്റെ മോഷൻ ഒരു സ്ട്രെയിറ്റ് മോഷനാണ് അല്ലെങ്കിൽ ഒരു ലീനിയർ മോഷനാണ്. ഞാൻ മൂവ് ചെയ്തത് ബ്രിഡ്ജിലൂടെയാണ്. ബ്രിഡ്ജിനെയാണ് എന്റെ സ്ലൈഡ് വേ അല്ലെങ്കിൽ ഗൈഡ് വേ എന്ന് പറയുന്നത്. അതിലൂടെ ആരെ മൂവ് ചെയ്തത്? ഞാനാണ്. എന്റെ പേര് സ്ലൈഡ് എന്നാണ്. മൂവ് ചെയ്ത ആളെ നമ്മൾ സ്ലൈഡ് എന്ന് പറയും. ഞാൻ മൂവ് ചെയ്ത വഴിയെ സ്ലൈഡ് വേ എന്ന് പറയും.
ഓക്കെ. ഇനി സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനിലുള്ള ആളുടെ പേരാണ് സ്ലൈഡ്, അയാൾ പോയ വഴിയുടെ പേരാണ് സ്ലൈഡ് വേ. ഓക്കെ. സോ the CNC machines tools the CNC machine tools are provided with tables, slides, carriages, etc. to carry the workpiece or cutting tool. നമുക്കറിയാം നമ്മൾ വർക്ക് പീസും അതേപോലെ ടൂളും മെഷീൻ ടൂൾസ്, അതായത് മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യുന്ന ടൂൾസ് ഒക്കെ നമ്മൾ ഈ പറയപ്പെടുന്ന എലമെന്റുകളിൽ മെഷീൻ വർക്ക് പീസ് ഒക്കെ പൊതുവെ ടേബിൾസ് ആണ്, വർക്ക് ടേബിൾസിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുക. അതേപോലെ കട്ടിംഗ് ടൂൾസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ മോഷൻ ഉണ്ട്. നമ്മൾ ഇപ്പം ഷേപ്പർ മെഷീനിലാണെങ്കിൽ ഷേപ്പർ മെഷീനിൽ ടൂൾ ക്യാരി ചെയ്യുന്ന എലമെന്റിന് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ട്. അതേപോലെ ആ വർക്ക് ടേബിളിന് മോഷൻ ഉണ്ട്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഈ ടേബിള് അതേപോലെ സ്ലൈഡ്സ്, ക്യാരിയേജ്, ഇതിനൊക്കെ പർട്ടിക്കുലർ മോഷൻസ് നമ്മൾ ഓരോ മെഷീൻ ടൂളിലും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എലമെന്റുകൾക്ക് കൃത്യമായ വഴിയിലൂടെ മൂവ് ചെയ്യാൻ ഒരു വഴി വേണം, ഒരു വേ വേണം. അതിനെയാണ് നമ്മൾ slide way എന്ന് പറയുന്നത്. So these parts are sliding on the ways provided on the column or housing or bed or knee of the machines. These ways are known as sliding ways or guide ways. So slide way എന്ന് പറഞ്ഞാലും ഗൈഡ് വേ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഗൈഡ് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ സ്ലൈഡ് വേ എന്ന് പറഞ്ഞാൽ സ്ലൈഡിന് പോകാനുള്ള വഴി. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? ആ മോഷൻ ഉള്ള എലമെന്റ് ആരാണോ അയാളുടെ പേരാണ് സ്ലൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കെ പാലത്തിലൂടെ പോകുന്നത് ഞാനാണ്, എന്റെ പേര് സ്ലൈഡ്, ആ പാലത്തിന്റെ പേര് സ്ലൈഡ് വേ. ആ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോ ദ സ്ലൈഡിംഗ് വേസ് ആർ യൂസ്ഡ് ഫോർ ദി ഫോളോയിങ് റീസൺ. എന്തിനാണ് ഇങ്ങനെ ഗൈഡ് വേ അല്ലെങ്കിൽ സ്ലൈഡ് വേ ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ദി ഡയറക്ഷൻ ഓർ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി കാരിയേജ് ഓർ ദി ടേബിൾ ഓൺ വിച്ച് എ ടൂൾ ഓർ വർക്ക് പീസ് ഇസ് ഹെൽഡ്. നമുക്ക് നമ്മുടെ വർക്ക് പീസ് അതേപോലെ ടൂൾസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന എലമെന്റുകൾക്കാണ് പൊതുവെ മോഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞു. ആ മോഷനെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് വേ അല്ലെങ്കിൽ ഗൈഡ് വേസിന്റെ ആവശ്യം. Then to absorb all the static and dynamic forces. നമ്മളിപ്പോ ഒരു ടേബിൾ, വർക്ക് ടേബിളിന്റെ മുകളിൽ ഞാനൊരു വർക്ക് പീസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് പീസിന്റെ വെയിറ്റിനെ ആരാ ഇപ്പം വിസ്റ്റാൻഡ് ചെയ്യുന്നത്? ആ വർക്ക് ടേബിൾ ആണ് അല്ലെ. അപ്പൊ വർക്ക് ടേബിളിന്റെ മുകളിൽ ഒരു സ്റ്റാറ്റിക് ലോഡ് വന്നു, ഒന്ന് വർക്ക് പീസിന്റെ ലോഡും ഉണ്ട്, ആ വർക്ക് ടേബിളിന്റെ സ്റ്റാറ്റിക് ലോഡും ഉണ്ട്. അതേപോലെ ഇയാളെ ഞാൻ ലീനിയർലി മൂവ് ചെയ്യുമ്പോൾ ഈ ലീനിയർ മോഷൻ കാരണമുള്ള ഒരു ഡൈനാമിക് ഫോഴ്സും കൂടി ഉണ്ട്, ഒരു ഡൈനാമിക് ലോഡും കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ഈ ലോഡുകളെയൊക്കെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഗൈഡ് വേ, അതിന്റെ വഴിക്കുള്ള അല്ലെ ആ ഒരു പാസേജിനുള്ള അനദർ ഫംഗ്ഷൻ. Then the shape and size of the workpiece machine depends on the accuracy of the slide movement and accuracy of slide way. നമ്മളൊരു കട്ടിംഗ് ഓപ്പറേഷൻ ഒക്കെ സെറ്റ് ചെയ്തു, പ്രോഗ്രാം ഒക്കെ ചെയ്തു. അപ്പോ പിന്നെ എന്റെ റിക്വയർമെന്റ് ഒരു എന്താ പറയാ, നമ്മുടെ വർക്ക് ടേബിള് ഓരോ സെക്കൻഡിലും ഓരോ വെച്ച് 1 mm/s ലീനിയർലി മൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് കൃത്യമായ എന്റെ റിക്വയർഡ് ഡയമെൻഷൻസിലുള്ള കട്ടിംഗ് ഒക്കെ നടക്കുള്ളൂ. അപ്പൊ ഈ പറയുന്ന 1 mm/s എന്നുള്ള ആ ഒരു മോഷൻ ഒരു ലീനിയർ മോഷനിൽ കിട്ടണമെങ്കിൽ അതിന് കൃത്യമായ പാസേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ പാസേജ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കട്ടിംഗ് ആക്യുറസി നമുക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ വർക്ക് പീസ് മെഷീൻ, നമ്മൾ മെഷീൻ ചെയ്യുന്ന വർക്ക് പീസിന്റെ ആക്യുറസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ടേബിളിന്റെയും ടൂളിന്റെയും ഒക്കെ മൂവ്മെന്റിനനുസരിച്ചാണ്. അവരുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? അതിന്റെ ഗൈഡ് വേസ് ആണ്. സോ ഗൈഡ് വേസിന്റെ അനദർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പീസിന്റെ ഫൈനൽ ഫിനിഷ്ഡ് വർക്ക് പീസിന്റെ ആക്യുറസി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. Then the slide is moving part and the slide way is the stationary part. ഞാൻ നേരത്തെ പറഞ്ഞ പാലവും ഞാനും, അതിൽ മോഷനുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഞാനാണ് അല്ലെ. മൂവിങ് പാർട്ട് എന്ന് പറയുന്നത് ഞാനാണ്, എന്റെ പേര് സ്ലൈഡ് എന്നും. മോഷൻ ഇല്ലാതെ സ്റ്റേഷനറി ആയി എപ്പോഴും ഫിക്സഡ് ആയിരിക്കുന്ന എലമെന്റ് ആണ് അവിടുത്തെ പാലം, ആ വഴി. അപ്പൊ അതിനെ ആ ഒരു സ്റ്റേഷനറി പാർട്ടിനെ നമ്മൾ സ്ലൈഡ് വേ അല്ലെങ്കിൽ ഗൈഡ് വേ എന്നൊക്കെ പറയും. സോ എന്താണ് സ്ലൈഡ് വേ അല്ലെ എന്താണ് ഗൈഡ് വേ എന്നുള്ളത് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. മെഷീൻ ടൂളിൽ മോഷനുള്ള എലമെന്റുകൾക്ക് പോകാനുള്ള വഴി, ആ വഴിയെയാണ് നമ്മൾ എന്ത് പറയാ, സ്ലൈഡ് വേ എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ പല സ്ഥലങ്ങളിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ സ്ലൈഡിങ് ഡോറുകൾ ഉണ്ട്, അല്ലെങ്കിൽ വിൻഡോസ്, വലിച്ചു നീട്ടുന്ന വിൻഡോസ് ഇടണം. ഒരു എന്താ പറയാ, ഒരു ചാനലിലൂടെ സ്ലൈഡിങ് ഡോർ അറിയില്ലേ? ലെഫ്റ്റ് ഓർ റൈറ്റ് നമ്മൾ വലിച്ച് തുറക്കുകയും നടക്കുകയും ചെയ്യുന്നത്. ഉണ്ട്. അവിടെ സ്ലൈഡിംഗ് ഡോറിന് ഒരൊറ്റ മോഷനേ ഉള്ളൂ, ലീനിയർ മോഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. ആ ലീനിയർ മോഷൻ കിട്ടുന്നത് എന്തുകൊണ്ടാ? ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക്. എന്തുകൊണ്ടാ അങ്ങനെ മാത്രം പോകുന്നത്? ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ചാനലാണ് അവിടെ ഈ ഡോറിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് മോഷനെ കൺട്രോൾ ചെയ്തത്.
അപ്പൊ അവിടുത്തെ ചാനലിന്റെ പേരാണ് എന്തെന്ന്, ഗൈഡ് വേ അല്ലെങ്കിൽ സ്ലൈഡ് വേ. അവിടെ മോഷൻ ഉള്ള എലമെന്റ് ഡോറാണ്, ആ ഡോറിന്റെ പേരാണ് എന്ത്, സ്ലൈഡ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആ ഒരു സ്ലൈഡിങ് ഡോറിന്റെ ചാനൽ നിങ്ങൾക്ക് ഏതാണ്ടോ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു ഗ്രൂവ് ആണ്, അല്ലെങ്കിൽ ഒരു വി കട്ട് അല്ലെങ്കിൽ ഒരു കട്ടിങ് ആണ്. ആ കട്ടിങ്ങിന്റെ ഉള്ളിൽ നമ്മുടെ ഡോറിനെ കൃത്യമായിട്ട് മേലത്തെ ഭാഗവും ഡോറിന്റെ താഴത്തെ ഭാഗവും ഈ ചാനലിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ചാനലിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ഇനി അതല്ല, നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പം ഈ അലമാര ഷോക്കേസുകളൊക്കെ ഗ്ലാസിന്റെ ഇതുണ്ടാവും, ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടില് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നീക്കാൻ പറ്റുന്ന ഗ്ലാസിന്റെ വിൻഡോസ് ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ആ ഒരു ലീനിയർ മോഷൻ പ്രൊവൈഡ് ചെയ്തത് അതിന്റെ കറസ്പോണ്ടിങ് സ്ലൈഡ് വേകളാണ്. അതേപോലെ മെഷീൻ ടൂളിനകത്തും മോഷനുള്ള ചില എലമെന്റുകളുണ്ട്, അവരുടെ മോഷനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന ആ വേസിനെയാണ് ഗൈഡ് വേസ് എന്ന് പറയാം. അതിലെ മൂവ് ചെയ്യുന്ന ആളുടെ പേരാണ് സ്ലൈഡ്. Then the kinematic accuracy of the CNC machine depends on the straightness, flatness and parallelism errors in the slide way. These errors become the cause for further tracking errors like pitch, yaw and roll errors. അത് ഇത്രയേ ഉള്ളൂ. ഗൈഡ് വേയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം മെഷീനിങ് ഓപ്പറേഷനെ മാത്രമല്ല എല്ലാ രീതിയിലും അത് ബാധിക്കും. ഓക്കെ, ഇപ്പോ നമ്മുടെ സ്ലൈഡ് വേയിലുള്ള പ്രശ്നങ്ങൾ, അതിന്റെ ആക്യുറസിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിങ് ഓപ്പറേഷനെയും അതിന്റെ സ്റ്റെബിലിറ്റിയെയും നമ്മുടെ മെഷീൻ ടൂളിന്റെ സ്റ്റെബിലിറ്റിയൊക്കെ ബാധിക്കും. പിന്നെ ഇപ്പൊ പറഞ്ഞ കണക്കെ നമ്മളൊരു എലമെന്റ് മറ്റൊരു എലമെന്റിന്റെ മുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇതേപോലെ സ്ലൈഡ് ചെയ്തൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് ഫ്രിക്ഷണൽ ലോസുകൾ ഉണ്ടാവും. ഫ്രിക്ഷൻ ഉണ്ടാവും, എന്തായാലും ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലെ. നമ്മളിപ്പം ഡോറിന്റെ കേസ് തന്നെ നമുക്ക് ആലോചിക്കാം. ഡോർ ആ ചാനലിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാനലും ഡോറിന്റെ അപ്പർ ആൻഡ് ലോവർ പാർട്ടും തമ്മിൽ നല്ല ഫ്രിക്ഷനിലാണ് ഉള്ളത്. അപ്പൊ ഫ്രിക്ഷൻ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, കുറച്ച് വേറെ ടയർ ഉണ്ടാവും അല്ലെ, തേയ്മാനം ഉണ്ടാവും. അപ്പൊ വേറെ ടയറൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനാവശ്യമായ രീതിയിലുള്ള കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ലൈഡിങ് ഡോറിന്റെയും അതേപോലെ നിങ്ങളെ വീട്ടിനകത്തുള്ള ഈ ഷോക്കേസിലൊക്കെ ഉള്ള ചില്ലിന്റെ ഒരു ഇതേപോലെയുള്ള ഒരു സ്ലൈഡിങ് ഡോറില്ലേ ഗ്ലാസിന്റെ, ഇതിന്റെയൊക്കെ അടിയിൽ 2 റോളർ വെച്ചിട്ട് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ ചില്ലലമാരിന്റെ ഒക്കെ ചില്ല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുമ്പോൾ ആ ചില്ലിന്റെ അടിഭാഗം നോക്കിയാൽ മതി, 2 റോളർ വെച്ചിട്ടുണ്ടാവും. ആ റോളർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഗ്ലാസും ചാനലും തമ്മിലുള്ള ഡയറക്റ്റ് ഫ്രിക്ഷൻ ഒഴിവാക്കിയിട്ട് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഈ ഫ്രിക്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം. ഹലോ ഹലോ ഓക്കെ ഓക്കെ. അപ്പൊ ഫ്രിക്ഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് വേറെ ടയർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സോ ദ ഫാക്ടേഴ്സ് കൺസിഡർ ഫോർ ഡിസൈനിങ് എ ഗൈഡ് വേ. ഒരു ഗൈഡ് വേ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഫാക്ടേഴ്സ്, ഇത് നിങ്ങളുടെ നെക്സ്റ്റ് സീരീസ് എക്സാമിന്റെ ക്വസ്റ്റൻ ആണ്. ഫാക്ടേഴ്സ് കൺസിഡർ ഫോർ ഡിസൈനിങ് എ ഗൈഡ് വേ. ഒന്ന് റിജിഡിറ്റി, അത് നമ്മുടെ മെഷീൻ ടൂളിലെ മോഷനുള്ള എലമെന്റിനെ മൂവ് ചെയ്യുന്ന വേ ആണല്ലോ ഗൈഡ് വേ. അപ്പൊ ആ ഒരു മെറ്റീരിയലിനെ, ആ ഒരു മോഷനുള്ള മെറ്റീരിയലിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും മാത്രം ക്യാപ്പബിലിറ്റി, റിജിഡിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ മെറ്റീരിയലിന്. ഡാമ്പിങ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷനെ അബ്സോർബ് ചെയ്യാനുള്ള അല്ലെ, ഡാമ്പേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഒരു സ്ലൈഡ് വേയിലൂടെ മൂവ് ചെയ്യുന്ന സ്ലൈഡിൽ വരുന്ന ഡൈനാമിക് ലോഡുകളെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ പറ്റണം. ദെൻ ജിയോമെട്രിക് ആൻഡ് കൈനമാറ്റിക് ആക്യുറസി. ഞാൻ പറഞ്ഞിട്ട് ഗൈഡ് വേയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ലീനിയർ മോഷൻ കിട്ടേണ്ടെടുക്കുക, നമ്മളെ ഗൈഡ് വേയിൽ ചെറിയ എന്തെങ്കിലും എറർ കൊണ്ട് ആ ഒരു മോഷൻ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മെഷീനിങ് ഓപ്പറേഷൻ അത് ബാധിക്കും. ദെൻ സ്പീഡ് ഓഫ് സ്ലൈഡ്. ഈ ഗൈഡ് വേയിലൂടെ മൂവ് ചെയ്യുന്ന എലമെന്റ് ആണല്ലോ സ്ലൈഡ്. അപ്പൊ ഈ സ്ലൈഡിന്റെ സ്പീഡ് കൺസിഡർ ചെയ്യണം, എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പൊ നല്ല സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാക്സിമം നമ്മൾ ഫ്രിക്ഷൻ കുറക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എലമെന്റുകളൊക്കെ നമ്മൾ അവിടെ വെക്കേണ്ടി വരും. സോ സ്ലൈഡിന്റെ സ്പീഡ് നമ്മൾ ഒരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ ഫ്രിക്ഷൻ ഫാക്ടർ. ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം 2 എലമെന്റ് തമ്മിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ കാരണം വേറെ ടയർ ഉണ്ടാവും, ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും, അതായത് തെർമൽ ലോഡ് ജനറേഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്യണം. അതേപോലെ വേറെ റെസിസ്റ്റൻസ്, വേറില്ലാത്ത രീതിയിൽ, തേയ്മാനം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഈ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഗൈഡിങ്ങും ഈ സ്ലൈഡിങ് ഒക്കെ നടക്കണം. ദെൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്വാർഫ്. സ്വാർഫ് എന്ന് പറഞ്ഞാൽ സ്ക്രാപ്സ്. നമ്മള് പിന്നെ മെറ്റീരിയൽ റിമൂവൽ, അതായത് കട്ടിങ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അവിടെ കുറെ സ്ക്രാപ്സ് മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ, അതിന്റെ വേസ്റ്റുകൾ. ഈ വേസ്റ്റ് നമ്മുടെ ഈ ഗൈഡ് വേയിലൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. ഒരു എക്സാമ്പിൾ നമ്മളിപ്പോ പറഞ്ഞ ഡോറിന്റെ കേസിന് എടുക്കാം. ഡോറിന്റെ ചാനൽ ഉണ്ട് അല്ലെ,
ഡോറിന് മൂവ് ചെയ്യാനുള്ള ചാനൽ. ഈ ചാനലിൽ ഞാൻ കുറച്ച് കല്ല് കൊണ്ടിടുന്നു, ചെറിയ മണ്ണ് വാരി ഇടുന്നു. പിന്നെ നമ്മുടെ ഈ ഡോറിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റൂടാ? ഇല്ല അല്ലെ. അപ്പൊ ഈ ചാനലില് ഇതുപോലുള്ള സ്ക്രാപ്സ്, നമ്മുടെ മെഷീനിങ് ഓപ്പറേഷൻ ഒക്കെ നടക്കുമ്പോൾ വരുന്ന മെറ്റീരിയൽ വേസ്റ്റുകളൊക്കെ നമ്മുടെ ഈ ചാനലിൽ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ അവിടെ ഒരു മോഷൻ കൃത്യമായിട്ട് നടക്കില്ല. സോ സ്ക്രാപ്സ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ഫോറിൻ മെറ്റീരിയൽസ് ഒക്കെ ഈ ഗൈഡ് വേയിൽ വന്ന് വീഴുന്നതിനെ പറ്റി നമ്മൾ കൃത്യമായി ആലോചിക്കണം. അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ആ ഒരു സ്ക്രാപ്പ് വന്ന് അവിടെ വരാനുള്ള സാധ്യതകളെ ഒഴിവാക്കുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ മെഷർമെന്റ്സും നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പം ദീസ് ആർ ദി ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഫോർ ഡിസൈനിങ് എ ഗൈഡ് വേ. ഇനിയാണ് പ്രധാനപ്പെട്ട മെഷീൻ ടൂളിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗൈഡ് വേസ്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും ചോദിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതിനകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. പിന്നെ സ്ക്രൂ ഇതായിരുന്നു ചോദിച്ചത്, റോളർ സ്ക്രൂ ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് പഠിക്കുമ്പോൾ പറയാം. റോളർ സ്ക്രൂ ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് വേ ചോദിച്ചിട്ടുണ്ട്. ഈ എയറോസ്റ്റാറ്റിക്കും ഹൈഡ്രോ ഡൈനാമിക്കും 4ഉം 5ഉം ഇതിനകത്ത് ഏതോ ഒന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. രണ്ടും ഏതാണ്ട് സിമിലർ ആണ്. ഒന്നിൽ എയർ ഉപയോഗിക്കുന്നു, മറ്റേതിൽ ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നു. ഇതിലേതോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേസിലെ റോളർ സ്ക്രൂ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്താണ് നമുക്ക് ഈ 5 മെത്തേഡ് അല്ലെങ്കിൽ 5 ടൈപ്സ് ഓഫ് ഗൈഡ് വേസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. First is this friction slide ways. Second one is the anti-friction linear motion slide way. Then third one is the hydrostatic slide way or hydrostatic bearing. Then fourth one is the hydrodynamic slide way or hydrodynamic bearing. Then last one is the aerostatic slide way. അപ്പം ഈ 5 എണ്ണമാണ് ഈ മൊഡ്യൂളിലെ ബെയറിങ്സിൽ അല്ലെങ്കിൽ സ്ലൈഡ് വേയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റുകൾ. ഇപ്പോൾ ഫസ്റ്റ് വൺ ഫ്രിക്ഷൻ സ്ലൈഡ് വേ. പേരിൽ തന്നെ ഉണ്ട്. ആ സ്ലൈഡ് വേ എങ്ങനെയായിരിക്കും? സ്ലൈഡും സ്ലൈഡ് വേയും തമ്മിലുള്ള കണക്ഷനാണ് ഇതിന്റെ നെയിമിന്റെ ഫസ്റ്റ് പാർട്ട് സൂചിപ്പിക്കുന്നത്. സ്ലൈഡും സ്ലൈഡ് വേയും തമ്മിൽ ഫ്രിക്ഷനിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലായിരിക്കും അല്ലേ? നോക്കാം. Friction slide ways are widely used in conventional machines due to their low manufacturing cost and good damping property. ഇത് പൊതുവെ നമ്മളിപ്പോൾ ലെയ്ത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഫ്രിക്ഷൻ സ്ലൈഡ് വേസ് എന്ന് പറയുന്ന എലമെന്റ്. നമുക്ക് അതിന്റെ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ഈസി മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ഇതിന് നല്ല രീതിയിൽ ഡൈനാമിക് ലോഡുകളൊക്കെ ഡാമ്പ് ചെയ്യാനുള്ള, വൈബ്രേഷൻസിനെയൊക്കെ ഡാമ്പ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. Then slide ways operate under conditions of sliding friction and having varying coefficient of friction. The coefficient of friction mu varies with the sliding velocity. ഈ ടൈപ്പ് എലമെന്റ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. മേലത്തെ ഫിഗർ നോക്കുക. ഇവിടെ ടേബിൾ കാണുന്നുണ്ട് അല്ലെ? ഇതിന്റെ മുകളിലാണ് നമ്മൾ വർക്ക് പീസോ അല്ലെങ്കിൽ നമുക്ക് ആരെയാണോ മെഷീൻ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ബ്ലോക്കുകൾ നമ്മൾ ഈ ടേബിളിന്റെ മുകളിലാണ് ക്യാരി ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ടേബിൾ ആയിരിക്കും ചിലപ്പോൾ മൂവ് ചെയ്യേണ്ടത്. ടേബിൾ ഇവിടുന്ന് ഒന്നിക്ക് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക്, അതായത് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ. ഇതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇത്. അപ്പൊ ഈ ടേബിൾ നോക്കിയേ, ടേബിൾ ഒരു എലമെന്റിന്റെ മുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ക്രോസ് സെക്ഷണൽ വ്യൂ ആയതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ഇവിടെ കാണുന്നത് ഗൈഡ്. അപ്പൊ ഈ ഗൈഡിന്റെ മുകളിൽ ഒന്നുകിലും മുമ്പോട്ടേക്ക് അല്ലെങ്കിൽ ബാക്കോട്ടേക്ക് അല്ലെ? ആ ഒരു മോഷനേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഗൈഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗൈഡിന്റെ മുകളിൽ ടേബിളിനെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗൈഡിന്റെ മുകളിലൂടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ മാത്രമേ ഈ ടേബിളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഈ ടേബിളും നമ്മുടെ ഗൈഡും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ ഫ്രിക്ഷൻ കാരണം അല്ലെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ മോഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ മോഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ഫ്രിക്ഷണൽ സ്ലൈഡ് വേ ഓർ ഫ്രിക്ഷൻ സ്ലൈഡ് വേ അല്ലെങ്കിൽ വെയർ റെസിസ്റ്റന്റ് സ്ലൈഡ് വേ. ഇതിൽ വെയർ റെസിസ്റ്റന്റ് സ്ലൈഡ് വേ എന്ന് പറയാനുള്ള കാരണം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഗൈഡിന്റെയും ടേബിളിന്റെയും ഇടയിൽ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ എലമെന്റ് ഉണ്ടാവും. ഈ എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റോളേഴ്സ് ഒക്കെ പോലെയുള്ള പ്ലാസ്റ്റിക് ഇൻസേർട്ടുകളാണ്. അതായത് ഡയറക്റ്റ് ഫ്രിക്ഷൻ മാക്സിമം കുറക്കണം. അല്ലെങ്കിൽ ഫ്രിക്ഷനിലായാലും സംഭവം വർക്ക് ചെയ്യും, പക്ഷെ ഒരുപാട് കാലം നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഡയറക്റ്റ് ഫ്രിക്ഷൻ വരുമ്പോൾ ടേബിളും അതേപോലെ ഗൈഡും രണ്ടും ഫ്രിക്ഷനിൽ വരുമ്പോൾ രണ്ടിലും മെറ്റീരിയൽ ലോസ് ഉണ്ടാവും, വേറുണ്ടാവും അല്ലെ? തേയ്മാനം ഉണ്ടാവും. തേയ്മാനം കുറക്കാൻ വേണ്ടിയിട്ട് സം പ്ലാസ്റ്റിക് ഇൻസേർട്സ് അല്ലെങ്കിൽ റോളേഴ്സ് ഒക്കെ പോലുള്ള എലമെന്റ് യൂസ് ചെയ്യും. നിങ്ങൾ താഴത്തെ ഫിഗർ നോക്കി, ഇവിടെ വേറൊരു ടേബിൾ ഉണ്ട്. ഇവിടെ ഒരു ടേബിൾ എലമെന്റ് ഉണ്ട് അല്ലെ? ഈ ടേബിൾ എലമെന്റും ഇതേപോലെ
ഒരു ഗൈഡ് വേയുടെ മേളിലുള്ളത്. ആ ഗൈഡ് വേ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലെ. ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ഗൈഡ് വേ, ക്രോസ് സെക്ഷണൽ വ്യൂ ആണേ. ബട്ട് ഈ രണ്ട് ഗൈഡിന്റെയും അല്ലെ സ്ലൈഡിന്റെയും ഗൈഡ് വേയുടെയും ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ബോൾസ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നേരത്തെ പറഞ്ഞ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ ബോൾ ഇല്ലാതെയും ഇവര് തമ്മിൽ സ്ലൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഫ്രിക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. പക്ഷെ നമുക്കൊരു ലോങ് ടേം CNC മെഷീൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ലോങ് ടേം പർപ്പസ് ആയിട്ടാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് അവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലും ഫ്രിക്ഷൻ കുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള എലമെന്റുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ബോൾസ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇവർ തമ്മിലുള്ള ഡയറക്റ്റ് ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്നാലും ഫ്രിക്ഷൻ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ട്. ബോളും ഈ ഗൈഡ് വേയും തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലെ, കോണ്ടാക്ട് ഉണ്ട്. ബോളും സ്ലൈഡും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവിടേക്ക് ഫ്രിക്ഷൻ ഉണ്ട്. പക്ഷെ നേരത്തേനേക്കാള് ഇവര് നമ്മുടെ ടേബിളും ഗൈഡ് വേയും തമ്മിലുള്ള ഡയറക്റ്റ് ഫ്രിക്ഷനേക്കാൾ നമുക്ക് ഫ്രിക്ഷൻ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ സ്ലൈഡ് വേസ് ആർ ഓപ്പറേറ്റ് അണ്ടർ കണ്ടീഷൻ ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് ഹാവിംഗ് വാരിയിങ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇതില് ഒരു പ്രധാനപ്പെട്ട ഒരു ഫിനോമിനൻ ആണ് സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ. സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റൻ ആണ്, 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. എന്താണ് സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ? അത് നമ്മളിപ്പോ ഈ ഫ്രിക്ഷണൽ സ്ലൈഡ് വേയുടെ കേസിൽ പറയുന്ന കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, നമ്മൾ സ്ലൈഡിന്റെ വെലോസിറ്റി, അതായത് മോഷനുള്ള എലമെന്റിനെ ആണല്ലോ സ്ലൈഡ് എന്ന് പറയാം. സ്ലൈഡിന്റെ വെലോസിറ്റി കൂട്ടുന്നതിനനുസരിച്ച് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറയും, അതായത് ഫ്രിക്ഷൻ കുറയും. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോ നമ്മളൊരു സ്ലൈഡിംഗ് വിൻഡോ കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോ ക്ലാസ് റൂമിലൊക്കെ സ്ലൈഡിംഗ് വിൻഡോസ് ഉണ്ടല്ലേ. സ്ലൈഡിംഗ് വിൻഡോസിന് മൂവ് ചെയ്യാൻ കൃത്യമായിട്ട് ചാനൽ മേലെയും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്ലൈഡിംഗ് വിൻഡോ ഇപ്പോ എനിക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അതിനെ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും? എന്റെ കൈ ഉപയോഗിച്ചിട്ട് അതിനെ വലിക്കും അല്ലെ. ലെഫ്റ്റ് നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് വലിച്ചു നോക്കും അല്ലെ. അപ്പൊ ഫസ്റ്റ്, അതായത് റെസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ജസ്റ്റ് അതിന്റെ മോഷനിലേക്ക് വരുമ്പോൾ ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലൈഡ് വേനെ അല്ലെങ്കിൽ ഈ ജനലിനെ എനിക്കിപ്പോ ലെഫ്റ്റിൽ നിന്ന് എക്സ്ട്രീം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ഈ റെസ്റ്റിൽ ഉണ്ടായിരുന്ന വിൻഡോയെ ജസ്റ്റ് മോഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേ ഫോഴ്സ് തന്നെ കൊടുക്കണോ ത്രൂ ഔട്ട് റൈറ്റ് സൈഡ് എത്തുന്നത് വരെ? അതായത് ആദ്യം കൊടുത്ത ഫോഴ്സിനേക്കാളും കൺസിഡറബിൾ എമൗണ്ട് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി അല്ലെ. അത് സ്റ്റാർട്ടിങ്ങിൽ നല്ല ഹൈ ഫോഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോ റെസ്റ്റിലാണ് ഉള്ളത്, സ്റ്റാർട്ടിങ്ങിൽ നല്ല ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ ആവശ്യമായ അത്രയും ഫോഴ്സ് നമ്മൾ കൊടുക്കണം അല്ലെ. ഇനി വെലോസിറ്റി കൂടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് കൈ ഉപയോഗിച്ച് ഒന്ന് വലിച്ച് നല്ല സ്പീഡിൽ തള്ളുന്നു, റൈറ്റിലേക്ക് സ്പീഡിൽ തള്ളുന്നു. അപ്പൊ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന സ്പീഡിനനുസരിച്ചിട്ട് ഇയാളും നല്ല സ്പീഡിൽ പോകും. അതായത് ഫ്രിക്ഷൻ അവിടെ കുറയുന്നുണ്ട് അല്ലെ. ഫ്രിക്ഷൻ കുറയുന്നതുകൊണ്ടല്ലേ സ്പീഡ് കൂടുന്നത്. സ്ലൈഡിംഗ് വേസിന്റെ കേസിൽ രണ്ടാളും തമ്മിൽ കോണ്ടാക്റ്റിലുള്ളത്. ഞാൻ നല്ല സ്പീഡ് കൊടുക്കുമ്പോൾ ഇയാൾ സ്പീഡ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ കുറയുന്നുണ്ട് എന്നല്ലേ അർത്ഥം. ഇപ്പൊ വെലോസിറ്റി കൂടുമ്പോൾ അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറയുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ആ ഒരു ഫിഗർ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പൊ ഇവിടെ സ്ലൈഡിന്റെ വെലോസിറ്റി ആണ് എക്സ് ആക്സിസിൽ എടുത്തിട്ടുള്ള വെലോസിറ്റി ഓഫ് സ്ലൈഡ്, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അലോങ് വൈ ആക്സിസ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കണക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം ഹൈ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ നല്ല ഫോഴ്സ് കൊടുക്കണം. നല്ല വെലോസിറ്റി അപ്ലൈ ചെയ്യണം ഇയാളെ ജസ്റ്റ് ഒന്ന് മോഷനിലേക്ക് കൊണ്ടുവരാൻ. സോ സ്റ്റാർട്ടിങ് ഇപ്പം വെലോസിറ്റി 0 ഇത് ഫോഴ്സ് ഞാൻ കൊടുത്ത ഫോഴ്സ് 0. ഞാൻ ഹൈ ഫോഴ്സ് കൊടുക്കുന്നു, അത് നല്ല വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയ ഫോഴ്സ് കൊടുക്കുന്നു. ആ സമയത്ത് മാക്സിമം ഫ്രിക്ഷൻ ആണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മാക്സിമം ആണ്. ഇനി ഞാൻ ജസ്റ്റ് വെലോസിറ്റി നല്ല സ്പീഡിൽ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ സ്പീഡ് കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിൻഡോയുടെ സ്പീഡ് കൂടും അല്ലെ. നല്ല സ്പീഡിൽ തള്ളുമ്പോൾ നല്ല സ്പീഡിൽ വിൻഡോയും മൂവ് ചെയ്യും. അത് ഞാൻ കൊടുക്കുന്ന വെലോസിറ്റി കൂടുമ്പോൾ ഇയാൾ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് വെലോസിറ്റി ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്ന വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇയാൾ സ്പീഡിൽ മൂവ് ചെയ്യുന്നത് അല്ലെ. ആ ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുറയും. അതൊരു റേഞ്ച് വരെ കുറയും. ആ റേഞ്ചിനെയാണ് സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ച് എന്ന് പറയുന്നത്. അത് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടുക എന്നൊക്കെയുള്ള അർത്ഥമാണല്ലേ. സ്റ്റിക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റിൽ ഇരിക്കുന്ന സ്ലൈഡിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല ഒരു
എന്താ പറയാ വെലോസിറ്റി കൊടുത്താലും ആ സമയത്ത് ഹൈ ഫ്രിക്ഷൻ കാരണം പതുക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാനിപ്പോ ഇവിടെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്തു, ആദ്യം 0 ചെറിയൊരു വെലോസിറ്റി കൊടുത്തു, അനക്കമൊന്നുമില്ല. ഞാനൊരു പർട്ടിക്കുലർ വെലോസിറ്റി എത്തുമ്പോഴാണ് ഇയാൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് ഇയാൾക്ക് മാക്സിമം സ്ലൈഡിന് മാക്സിമം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവുക. അടുത്ത മൊമെന്റിൽ ഞാൻ ഈ വെലോസിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇയാളുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരും. അതായത് ഫ്രിക്ഷൻ കുറയും, കുറച്ച് സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു റേഞ്ചിനെയാണ്, ആ ഒരു ഇൻവേഴ്സ് റേഞ്ചിനെയാണ്, അതായത് കോഎഫിഷ്യന്റ് വെലോസിറ്റി കൂടുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരുന്ന ആ ഒരു ഇൻവേഴ്സ് റേഞ്ച്, ആ ഒരു റേഞ്ചിൽ വരുന്ന അത്രയും ഏരിയയാണ് സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ച് എന്ന് പറയാം. ഇനി ഈ റേഞ്ചിനപ്പുറത്ത് നോക്കാം, ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ പോലെ റെസ്റ്റിലിരിക്കുന്ന എലമെന്റ് ഞാനൊരു വെലോസിറ്റി കൊടുത്തു, അനക്കമൊന്നുമില്ല, ചെറിയ വെലോസിറ്റി കൊടുത്ത് അനക്കമൊന്നുമില്ല. ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്തപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെലോസിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇയാളുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കുറഞ്ഞു നല്ല സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു റേഞ്ചിനപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി കൂടുന്നു, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഏതാണ്ട് ഒരു ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ കാണാം, എന്നാലും ഏതാണ്ട് ഒരു സെയിം ആയിട്ട് ഇങ്ങനെ പോവാണ് അല്ലെ, സെയിം ആയിട്ട് പോവാണ്. അതായത് പിന്നീട് അങ്ങോട്ട് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി പോലെ പോവാണ്. ഈ സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനന്റെ ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച്. എന്താ സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ സ്ലൈഡ് വേയിലെ ആ സ്ലൈഡിന്റെ മോഷനെ കാണിക്കാൻ, ഫ്രിക്ഷനും ആ മോഷനും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ വെലോസിറ്റിയും ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള റിലേഷൻ ആണ് സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഒരു സ്ലൈഡ് മോഷനിലിരിക്കുന്ന, ഇപ്പോൾ വർക്ക് ടേബിൾ ആവാം, ഇനിയല്ല വേറെ ഏതെങ്കിലും മോഷനിലിരിക്കുന്ന എലമെന്റ് ആവാം, ഏതെങ്കിലും കോളം ആവാം, അല്ലെങ്കിൽ നമ്മുടെ ടൂൾ പോസ്റ്റ് ആവാം. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന എലമെന്റിൽ ഞാനൊരു പർട്ടിക്കുലർ വെലോസിറ്റി കൊടുക്കുമ്പോൾ അതിന് നല്ല ഹൈ ഫ്രിക്ഷൻ ആയിരിക്കും, കാരണം റെസ്റ്റിലായി ഇപ്പോൾ ഉള്ളത്. ഇനി ഞാൻ വെലോസിറ്റി കൂട്ടി കൊണ്ടുവരുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരും. അതായത് ഞാൻ വെലോസിറ്റി കൂട്ടി കൊടുക്കുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരും. വെലോസിറ്റി അതുകൊണ്ടാണല്ലോ കൂടുന്നത്, അല്ലെ? ഹൈ ഫോഴ്സ് കൊടുക്കുമ്പോൾ വെലോസിറ്റി കൂടും, കാരണം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരും. ഇനി ഒരു റേഞ്ചിനപ്പുറത്തേക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ ഇനി എത്ര വെലോസിറ്റി കൂട്ടിയാലും ഏതാണ്ട് ഒരു സെയിം ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വേരിയേഷൻ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ സ്ലൈഡിന് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പം ആ ഒരു വെലോസിറ്റി കൂടിയാലും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു പ്രതിഭാസത്തെയാണ് സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഈ സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പം സ്ലൈഡിംഗ് വിൻഡോ നിങ്ങളോട് ക്ലാസ്സിന് ഇപ്പൊ ആരെങ്കിലും പറയുന്നു, ഏതെങ്കിലും ടീച്ചർ പറയും നിങ്ങൾ ആ ജനലൊന്ന് സ്ലൈഡ് ചെയ്യാൻ പറയും, തുറക്കാൻ വേണ്ടി പറയും. നിങ്ങൾ ഒന്നിക്ക് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വലിക്കും അല്ലെ. ഞാന് പെട്ടെന്ന് പോയിട്ട് നല്ല സ്പീഡിൽ അങ്ങ് വലിച്ചു. നല്ല സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല കൺസിഡറബിൾ എമൗണ്ട്, നമുക്ക് ഒരു വലിയ ഫോഴ്സ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തു. നമ്മൾ നല്ലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, മാക്സിമം ഫോഴ്സ് അപ്ലൈ ചെയ്യും. ജനറൽ എന്ത് ചെയ്യും, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വരും. സംടൈംസ് നമ്മുടെ ചാനലിൽ നിന്നും ഇയാൾ എന്ത് ചെയ്യും, പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഇല്ലേ? സ്ലിപ്പ് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള സാധ്യത ഇല്ലേ? എടാ നമ്മള് റെസ്റ്റിലിരിക്കുന്ന എലമെന്റിൽ നമ്മളൊരു ഹൈ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നല്ല ഫ്രിക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ബട്ട് വെലോസിറ്റി കൂടുമ്പോൾ ഫ്രിക്ഷൻ കൺസിഡറബിൾ എമൗണ്ട് ആയിട്ട് നമുക്ക് ഫ്രിക്ഷനും കുറയുന്നുണ്ട് അല്ലെ. അതിനാണല്ലോ സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷൻ പൂർണ്ണമായിട്ടും കുറഞ്ഞാല് നമ്മുടെ സ്ലൈഡ് വേയിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള, തെന്നി മാറാനുള്ള സാധ്യതയില്ലേ? നിങ്ങൾ പ്രാക്ടിക്കലി ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആ ഒരു ഗ്ലാസ് വിൻഡോ നല്ല സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ഒരു വലിക്കുന്നു, ചിലപ്പോൾ അത് പൊരിഞ്ഞ് കയ്യിൽ വരും അല്ലെ. അവിടെ ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ലാർജ് എമൗണ്ട് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് കൺസിഡറബിൾ എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഫ്രിക്ഷൻ നഷ്ടപ്പെടും. അത് ഫ്രിക്ഷൻ 0 ആയിട്ട് അങ്ങ് പോകും. അത് ഇവർ തമ്മിലൊരു കോണ്ടാക്ട് ഇല്ലാതെ പോലെയാവും. അപ്പൊ നമ്മുടെ എലമെന്റ് സ്ലിപ്പായിട്ട് ഗൈഡ് വേയിൽ നിന്നും തെന്നി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ അല്ലെങ്കിൽ സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ച് എന്ന് പറയുന്നത് ഇതൊരു സേഫ് റേഞ്ച് ആണ്. അതായത് നമ്മൾ ഹൈ ഫോഴ്സ് കൊടുത്താൽ അല്ലെങ്കിൽ ഹൈ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറയും, ഒരു പരിധി വരെ കുറയും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനാണ് സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഏരിയ, അതായത് വെലോസിറ്റി കൂടുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ
കുറയുന്നത്. ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ വരുന്ന ഏരിയയാണ് സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ച് എന്ന് പറയാം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു കോൺസ്റ്റന്റ് റിലേഷൻ ആണ്. വെലോസിറ്റി എത്ര കൂടിയാലും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സെയിം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. ഇതൊരു സേഫ് വർക്കിംഗ് കണ്ടീഷനാണ്. ബട്ട് സംടൈംസ് നമ്മൾ ഹൈ വെലോസിറ്റി, ഒരു ഗ്രാജുവൽ ഷൂട്ടപ്പ് വെലോസിറ്റിക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഫ്രിക്ഷൻ സീറോയിലേക്ക് പോവാം. അതായത് ഫ്രിക്ഷൻ ഇല്ലാത്തൊരവസ്ഥ വരാം. അങ്ങനെ ഫ്രിക്ഷൻ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡ് വേയിൽ നിന്നും സ്ലൈഡ് തെന്നി പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. അപ്പൊ നമ്മൾ പെട്ടെന്നൊക്കെ ജനറലായിട്ട് നമ്മൾ ഈ സ്ലൈഡിങ് ഡോർസ്, സ്ലൈഡിങ് വിൻഡോസ് ഒക്കെ വലിച്ചടക്കുമ്പോഴൊക്കെ മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് ആ ചാനലിൽ നിന്നും നമ്മുടെ എലമെന്റ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ചിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ്. സോ സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിക്ഷണൽ സ്ലൈഡ് വേയിലുള്ള ഒരു സേഫ് വർക്കിംഗ് കണ്ടീഷനാണ് സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ച് എന്ന് പറയുന്നത്. അത് ഈ റിലേഷൻ മാത്രം ആലോചിച്ചാൽ മതി. സ്ലൈഡിന്റെ മോഷനിൽ ഇരിക്കുന്ന എലമെന്റിന്റെ വെലോസിറ്റി കൂടുമ്പോൾ ഈ സ്ലൈഡും ഗൈഡ് വേയും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരും. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ കുറയും, പിന്നെ അങ്ങോട്ടേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. അപ്പൊ ആ ഒരു റേഞ്ചിനെ, ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ കീപ്പ് ചെയ്യുന്ന റേഞ്ചിനെയാണ് സ്റ്റിക്ക് സ്ലിപ്പ് റേഞ്ച് എന്ന് പറയാം. ഇനി നമ്മൾ ഇതേപോലെ ഫോഴ്സ് കൊടുക്കുമ്പോൾ അല്ലെ വെലോസിറ്റി നല്ല സ്പീഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഫ്രിക്ഷൻ സീറോ ആവാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് സ്ലിപ്പിംഗ് റേഞ്ച് അല്ലെങ്കിൽ സ്ലിപ്പിംഗ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അത് ഗൈഡ് വേയിൽ നിന്നും സ്ലൈഡ് സ്ലിപ്പായിട്ട് പുറത്തേക്ക് പോവുക. ഓക്കെ, സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. During the start of the slide, more force should be given to overcome the frictional force. This extra force will deform the lead screw elastically. The energy thus stored in the screw together with the applied force makes the slide to slip and move at faster rate. When the speed of the slide increases, the friction force decreases and hence slide moves faster than intended. This even may cause error in positioning and jerky motion. This is called stick slip phenomenon. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ഹയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇയാളുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഹൈ ആയിരിക്കും, പിന്നെ ഇത് കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ ഫോഴ്സ്, ഇവിടുന്ന് ഇയാളെ റെസ്റ്റിലിരിക്കുന്ന ആളെ ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാക്സിമം ഫോഴ്സ് കൊടുക്കുന്നു പറഞ്ഞു. ഇപ്പൊ ജനലിന്റെ കേസ് ആണെങ്കിലും ഡോറിന്റെ കേസ് ആണെങ്കിലും റെസ്റ്റിലിരിക്കുന്ന ഡോറിനെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഫോഴ്സ് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡീഷണലി നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട് നമ്മുടെ സ്ലൈഡ് വേ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അതൊരു എനർജി ഫോമാണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ആക്ച്വലി ആ സ്ലൈഡ് വേ അല്ലെങ്കിൽ ആ ഗൈഡ് വേ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ആ എക്സ്ട്രാ ഫോഴ്സ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ സ്ലൈഡ് വേയുടെ ഒക്കെ ഡീഫോർമേഷനൊക്കെ പ്രശ്നമായിട്ട് വരും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം ഫ്രിക്ഷണൽ സ്ലൈഡ് വേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ അതിൻ്റെ അകത്തൊരു പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഫ്രിക്ഷൻ സീറോ ആകുമ്പോഴേക്ക് സ്ലിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഫ്രിക്ഷൻ മാക്സിമം ആയാലും നമുക്ക് പ്രശ്നമുണ്ട്, അവിടെ വേറെ ടയർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫ്രിക്ഷനെ ഒരു പെർമിസിബിൾ ലിമിറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗൈഡിന്റെയും ഗൈഡ് വേയുടെയും ഇടയിൽ ചില എലമെന്റുകൾ, ബെയറിങ്സിലെ ബോൾ എന്ന് പറയുന്ന എലമെന്റ്സ്, അതേപോലെ പ്ലാസ്റ്റിക് ഇൻസേർട്ടുകൾ, അങ്ങനെയുള്ള ചില എലമെന്റുകൾ. അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു നമ്മുടെ ഫ്രിക്ഷണൽ സ്ലൈഡ് വേണ്ട സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ മാക്സിമം ആയാലും കുഴപ്പമാണ്, ഫ്രിക്ഷൻ സീറോ ആയാൽ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഫ്രിക്ഷൻ ഒരു പെർമിസിബിൾ ലിമിറ്റിൽ കീപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ലൈഡിന്റെയും സ്ലൈഡ് വേയുടെ ഇടയിൽ ചില എലമെന്റുകളെ ആഡ് ചെയ്യും. അങ്ങനെയുള്ള എലമെന്റുകളാണ് ബോൾസ്, റോളേഴ്സ്, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ള ഈ സ്ലൈഡിങ് ഡോറുകൾ അല്ലെങ്കിൽ സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോസിന്റെ ഒക്കെ അടിയിൽ 2 റോളേഴ്സ് ഘടിപ്പിച്ചിട്ട് കാണാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോ അതിന്റെ സ്റ്റാർട്ടിങ്ങിലും അല്ലെ റെസ്റ്റിലിരിക്കുന്ന വിൻഡോയെ നമ്മൾ ജസ്റ്റ് വലിക്കുമ്പോഴും വലിച്ചതിന് ശേഷം മൂവ് ചെയ്യിക്കാനൊക്കെ എടുക്കുന്ന ഏതാണ്ട് ഫോഴ്സ് സെയിം ആണ്. കാരണം അവിടെ ഒരു റോളിംഗ് എലമെന്റ് ഉള്ളത് കൊണ്ട് അവിടുത്തെ സ്റ്റാർട്ടിങ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. സോ നമുക്ക് ത്രൂ ഔട്ട് ദി പ്രോസസ് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇൻപുട്ട് ഫോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. സോ ഫ്രിക്ഷൻ അവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, അല്ലെ? അതായത് റോളേഴ്സും ഗൈഡ് വേയും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട്, റോളേഴ്സും സ്ലൈഡും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്കതൊരു പെർമിസിബിൾ ലിമിറ്റിലാണ് ആ ഫ്രിക്ഷൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ നമുക്ക് മാക്സിമം ഫ്രിക്ഷൻ ഒഴിവാക്കണം. അതായത് ഫ്രിക്ഷൻ കാരണമുള്ള ഹീറ്റ് ലോഡ്, അതായത് തെർമൽ ലോഡുകളൊക്കെ ഒഴിവാക്കണം, വേറെ ടയർ ഒഴിവാക്കണം. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എപ്പോഴും ഒരു പെർമിസിബിൾ ലിമിറ്റിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രിക്ഷൻ സ്ലൈഡ് വേസിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ബോൾസ്, റോളേഴ്സ്, പ്ലാസ്റ്റിക് ഇൻസേർട്സ് ഒക്കെ പറയുന്ന
എലമെന്റുകൾ. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുക? സ്ലൈഡിന്റെയും സ്ലൈഡ് വേയുടെയും ഇൻ ബിറ്റ്വീനിലാണ് അപ്ലൈ ചെയ്യുക. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. മേലത്തെ ഫിഗറിൽ ടേബിളും അതിന്റെ ഗൈഡ് വേയുടെയും ഇടയിൽ ഒരു പ്ലാസ്റ്റിക് ഇൻസേർട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴത്തെ ഫിഗറിൽ ടേബിളിന്റെയും ഗൈഡ് വേയുടെയും ഇടയിലായിട്ട് ബോൾസ് അല്ലെ, അത് ബോൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പറഞ്ഞ മെഷീൻ ടൂൾ അല്ലെങ്കിലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന സ്ലൈഡിംഗ് ഡോറിന്റെയും സ്ലൈഡിംഗ് വിൻഡോസിന്റെ ഒക്കെ ചാനലിന്റെയും ഡോറിന്റെ ഒക്കെ ഇടയിലായിട്ട് റോളേഴ്സ് ഘടിപ്പിച്ചിട്ട് കാണാം. ഈ റോളേഴ്സ് ഒക്കെ ഈ ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒരു പെർമിസിബിൾ ലിമിറ്റിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇനി ഫ്രിക്ഷണൽ ഗൈഡ് വേസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. വി ഗ്രൂവ് അല്ലെങ്കിൽ വി ഗൈഡ് വേ എന്ന് പറഞ്ഞ് കാണാം. നിങ്ങൾ ലെയ്ത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു വി കട്ട്. നമ്മള് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ബെൽറ്റ് ഡ്രൈവ് ഒക്കെ പറയുമ്പോൾ വി ഗ്രൂവ് ബെൽറ്റ് ഡ്രൈവ് ഒക്കെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? പോട്ടെ, ഞാൻ ഫിഗർ നോക്കട്ടെ. വി സ്ലൈഡ് വേ. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രാക്ടിക്കൽ കാണാം. ഈ ഫിഗറിൽ ഇവിടെ നോക്കിയതാ, ഇവിടെ ഞാൻ ഇപ്പൊ വരക്കുന്ന ഒരു ഇൻവേർട്ടഡ് വി ഷേപ്പില് കണ്ടോ? ഇവിടെ ഓക്കെ, അത് വി, ഒരു ഇൻവേർട്ടഡ് വി ആണല്ലേ, അത് തിരിച്ചു വെച്ച വീനെ നേരെ തിരിച്ചു വെച്ച ഒരു സ്ലൈഡ് വേ ആണ്. അപ്പം ഇതിന്റെ മുകളിൽ ഞാനൊരു ടേബിൾ വെച്ചാല് അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഫിഗർ ആണ് ഈ താഴെ കാണിച്ചതാ. ഇവിടെ ഒരു ഇൻവേർട്ടഡ് വി ഗ്രൂവ് ഉണ്ട് അല്ലെ, ഒരു വി ഗൈഡ് വേ ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ വെക്കുന്ന സ്ലൈഡ് അല്ലെങ്കിൽ ടേബിൾ എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ ഇങ്ങനെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ലൈഡും നമ്മുടെ ഗ്രൂവും അല്ലെങ്കിൽ ആ ഒരു ഗൈഡ് വേയും തമ്മിലുള്ള കോണ്ടാക്ട് പോയിന്റ് നോക്കാം. ഈ ഒരു പോയിന്റ് ഗൈഡിങ് സർഫസും അതേപോലെ സ്ലൈഡും. സ്ലൈഡ് നമ്മുടെ ഈ വി സർഫസ് പോലെ അല്ലെങ്കിൽ ആ ഒരു ഇൻവേർട്ടഡ് വി പോലെ തന്നെയാണ് സ്ലൈഡിന്റെ ഗ്രൂവ് നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രിക്ഷൻ ഗൈഡ് വേസിലെ ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ് വി സ്ലൈഡ് വേ, വി ഷേപ്പിലുള്ള. ഒന്നുകിൽ ഇതേപോലെ ഇൻവേർട്ടഡ് വി ഷേപ്പ് ആവാം, അതല്ലെങ്കിൽ നോർമൽ വി ഷേപ്പിലുള്ള ഗൈഡ് വേ ഉണ്ടാവും. ഇതായിരിക്കും ഗൈഡ് വേ. ഇതിനകത്തായിരിക്കും നമ്മുടെ ടേബിൾ. ഇപ്പൊ ഞാനൊരു ടേബിൾ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഈ ടേബിളിന്റെ പാർട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ ടേബിളിന്റെ മുകളിലാണ് നമ്മൾ വർക്ക് പീസ് വെക്കുന്നത്. അപ്പൊ ഈ ടേബിൾ നോക്കിയേ, ഈ വി ഗ്രൂവിനകത്ത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ടേബിളും ഈ ഗൈഡ് വേയും തമ്മിൽ ഇവിടെ ഫ്രിക്ഷനിൽ തന്നെയാണ് ഉള്ളത്, ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ ആവശ്യമായ രീതിയിലുള്ള നമ്മൾ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഇൻസേർട്ടുകൾ, അതേപോലെ മാക്സിമം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒരു പെർമിസിബിൾ ലിമിറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എലമെന്റുകളെ നമ്മൾ ഇതിന്റെ ഇടയിൽ അപ്ലൈ ചെയ്യും അല്ലെ. സോ ദിസ് ഈസ് വി ഗ്രൂവ് അല്ലെങ്കിൽ വി ഗൈഡ് വേ. ഇതൊരു ഫ്രിക്ഷൻ ഗൈഡ് വേ ആണ്. വി ഓർ ഇൻവേർട്ടഡ് വി സ്ലൈഡ് വേസ് ആർ വൈഡ്ലി യൂസ്ഡ് ഓൺ ദി ലെയ്ത്ത് ബെഡ്. ലെയ്ത്ത് മെഷീനിൽ മോസ്റ്റ് ഓഫ് ദി കേസിലും, അതായത് ലെയ്ത്തിന്റെ മോസ്റ്റ് ഓഫ് ദി മോഷനുള്ള എലമെന്റുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് വി കട്ടാണ് അല്ലെങ്കിൽ ഒരു വി സ്ലൈഡ് വേ ആണ്. The V guide is normally not much affected by wear since there is a closing action as the upper member settles on the lower member. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ ടേബിളിലെ ഈ ഫിഗറിനകത്ത് സ്ലൈഡ് നോക്കി, സ്ലൈഡ് കൃത്യമായിട്ട് ഈ വിയുടെ ഇവിടെ ലോക്കായി നിൽക്കുന്നുണ്ട് അല്ലെ. ഈ വി ഗൈഡ് വേയുടെ അടിഭാഗത്ത് ഇവിടെ ലോക്കിംഗ് പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജെർക്കിങ്ങും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ ഇപ്പുറം നോക്കിയാൽ അതിന്റെ ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ മതി. ഇവിടെ വന്നിട്ട് ഈ ടേബിള് ഇവിടെ ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഫ്രിക്ഷൻ ഉണ്ടാവുക വെച്ചാൽ ഫ്രിക്ഷൻ ഉണ്ടാവും, പക്ഷെ ഫ്രിക്ഷൻ കുറവായിരിക്കും. കാരണം ഇതിന്റെ ഒരു ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം ഇതിനിടയിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇൻസേർട്സ് പോലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ മാക്സിമം കുറവായിരിക്കും. ഇതിന്റെ അകത്ത് സ്ലിപ്പായി പോകാനുള്ള അല്ലെങ്കിൽ ഇത് മേലോട്ടേക്ക് പൊങ്ങി പോകാനുള്ള സാധ്യതയൊന്നുമില്ല. ഈ സ്ലൈഡ് വേയിലൂടെയുള്ള പോകുന്ന സ്ലൈഡിന് ഒരു അപ്വേർഡ് മോഷൻ ഒന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം ഇവിടെ ഒരു ലോക്കിംഗ് ആക്ഷൻ നടക്കുന്നുണ്ട്. കൃത്യമായിട്ടൊരു നമ്മുടെ ഗൈഡ് വേയുടെ മുകളിൽ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഈ ഒരു വി ഷേപ്പിലുള്ള ഗൈഡ് വേസിനെയാണ് നമ്മളെ ഫ്രിക്ഷൻ സ്ലൈഡ് വേയിലെ വി ഗ്രൂവ് അല്ലെങ്കിൽ വി സ്ലൈഡ് വേ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഫിഗർ ആണ് ഇവിടെ കാണിച്ചത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മേലെയും ഇവിടെ ഈ ഒരു എൻഡിൽ ഒരു വി ഷേപ്പിൽ, ഇൻവേർട്ടഡ് വി ഷേപ്പിൽ ഒരു സ്ലൈഡ് വേ ഉണ്ട്. ഇതിന്റെ മുകളിൽ വരുന്ന ടേബിൾ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഇതിനെ ക്യാരി ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ടാവും. ഈ ടേബിളിന്റെ മുകളിലായിരിക്കും വർക്ക് പീസ് വെക്കുക. ഈ ടേബിളിന് ഒറ്റൊരു മോഷനേ ഉണ്ടാവുള്ളൂ.
ഒരു ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് മോഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് എലമെന്റിനെയാണ് വി സ്ലൈഡ് വേസ് അല്ലെങ്കിൽ വി ഷേപ്ഡ് സ്ലൈഡ് വേസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഫ്ലാറ്റ് ആൻഡ് ഡോഗ്ടെയിൽ സ്ലൈഡ് വേ. ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇവിടെ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന സ്ലൈഡും അതിന്റെ വേ ആണ് ഇവിടെ ഒരു ഗ്രേ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലൈഡും സ്ലൈഡ് വേയും തമ്മിൽ ആംഗിളും ഒന്നും ഉണ്ടാവില്ല. അതായത് ഈ ഏരിയ, ഇത്രയും ഏരിയ. ഓക്കെ, ഇവിടെ ഇപ്പൊ സ്ലൈഡ് വേ അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ, വർക്ക് ടേബിൾ എന്ന് പറയുന്ന എലമെന്റും നമ്മുടെ ഗൈഡ് വേയും രണ്ടും പാരലൽ ആണ് അല്ലെ. ബട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ടേബിൾ തന്നെ ഒരു ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് ഒരു ഗ്രൂവിനുള്ളിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഗ്രൂവിനെ ഒരു ഡോഗ്ടെയിൽ ഗ്രൂവ് എന്ന് പറയാം. ഈ പ്രാക്ടിക്കൽ ഫിഗർ നോക്കാം, ഈ താഴത്തുള്ള പ്രാക്ടിക്കൽ ഫിഗർ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ, മെഷീൻ ടേബിൾ കാണാം. അത് മോഷൻ, അതിന് മൂവ് ചെയ്യാനുള്ള സ്ലൈഡ് വേ ശ്രദ്ധിച്ചു ഞങ്ങൾ. ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, ഒരു ഇൻക്ലൈൻഡ് സർഫസും ഉണ്ട്. അതേപോലെ ഇപ്പുറത്തും ഒരു ഇൻക്ലൈൻഡ് സർഫസ്, ഫ്ലാറ്റ് സർഫസ്. അപ്പം ഈ വർക്ക് ടേബിൾ കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നത് ഈ ഫ്ലാറ്റ് ആൻഡ് ഇൻക്ലൈൻഡ് സർഫസിലൂടെയാണ്. അപ്പം ഈ ഒരു ഫ്ലാറ്റ് സർഫസിനെ ഫ്ലാറ്റ് സ്ലൈഡ് എന്ന് പറയും. അതേപോലെ ഈ ആംഗിൾ ആയിട്ട് ഈ ഒരു കോമ്പിനേഷനെ ഡോഗ്ടെയിൽ കോമ്പിനേഷൻ എന്ന് പറയും. സോ ഇതും ഒരു ഫ്രിക്ഷണൽ സ്ലൈഡ് വേ. നമുക്ക് ഈ പ്രാക്ടിക്കൽ ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ടേബിളിന്റെ പാർട്ടും നമ്മുടെ ഗൈഡ് വേയുടെ പാർട്ടും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് ആണ്. മാക്സിമം ഫ്രിക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യും. നമ്മൾ ലെയ്ത്തിലൊക്കെ ഇതേപോലുള്ള മോഷൻ വരുന്ന എലമെന്റുകളിലൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ആക്ച്വലി ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ഫ്രിക്ഷണൽ സ്ലൈഡ് വേ ആണ് സിലിണ്ടറിക്കൽ സ്ലൈഡ് വേ. സിലിണ്ടറിക്കൽ സ്ലൈഡ് വേ എന്ന് പറഞ്ഞാൽ അതിന്റെ വേ എന്ന് പറയുന്നത് സിലിണ്ടർ ആയിരിക്കും, ഒരു ട്യൂബ് ആയിരിക്കും. ഈ ട്യൂബിന് അറൗണ്ട് ആയിട്ട് ഇതേപോലുള്ള പീസ്, ഇവിടെ ഒരു സ്ലൈഡ് വേ നിങ്ങൾക്ക് കാണാം. ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ഉണ്ട് അല്ലെ. ഈ റെക്ടാംഗുലർ ബ്ലോക്ക് ആണ് ഇവിടുത്തെ സ്ലൈഡ് വേ. മോഷൻ ഉള്ള എലമെന്റ്, സ്ലൈഡ്, ദാറ്റ് ഈസ് മോഷൻ ഉള്ള എലമെന്റിൽ സ്ലൈഡ് എന്നാ പറയാ. ഈ സ്ലൈഡ് മൂവ് ചെയ്യുന്നത് ഒറ്റ ഡയറക്ഷൻ ആണ്, ഒന്നുകിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെ. കാരണം അതിനെ ഓറിയന്റ് ചെയ്തേക്കുന്നത്, അതിനെ പ്ലേസ് ചെയ്തേക്കുന്നത്, അതിനെ നമ്മൾ കൃത്യമായിട്ട് വെച്ചേക്കുന്നത് ഈ സിലിണ്ടറിന്റെ പെരിഫറിക്ക് അക്രോസ് ആയിട്ടാണ്. അപ്പൊ അത് അഴിച്ചു വെച്ച ആ ഒരു ബ്ലോക്ക് അഴിച്ചു വെച്ച ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ നോക്കി, ആ സിലിണ്ടറിന്റെ ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഇവിടെയുള്ള ഇൻസൈഡ് ഡയമീറ്റർ. സോ ഈ സിലിണ്ടറിന്റെ പെരിഫറിയിലൂടെ മാത്രമാണ് ഇയാൾ മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെയും ഈ ഇൻസൈഡ് പാർട്ട്, ഈ ഒരു ബ്ലോക്കിന്റെ ഇൻസൈഡ് പാർട്ടും സിലിണ്ടറിന്റെ സർഫസും തമ്മിൽ ഫ്രിക്ഷനിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ആ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ബോൾസും മറ്റു രീതിയിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസിങ് എലമെന്റ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഈ ഒരു സ്ലൈഡിന്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ സ്ലൈഡ് നോക്കിയാൽ ഈ അഴിച്ചു വെച്ച സ്ലൈഡിന്റെ ഇൻസൈഡ് പാർട്ടിൽ ചെറിയ ചെറിയ വൈറ്റ് കളർ നിങ്ങൾ കാണുന്നുണ്ടാവും. ആക്ച്വലി അത് ബോൾസ് ആണ്. ആ ബോൾസ് എന്തിനാന്ന് വെച്ചാൽ സ്ലൈഡിങ് ചെയ്യുമ്പം ഈ സിലിണ്ടറും നമ്മുടെ സ്ലൈഡും തമ്മിലുള്ള ഡയറക്റ്റ് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വൈറ്റ് കളറിൽ, അത് ആക്ച്വലി ബോൾസ് ആണ്. ആ ബോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്ലൈഡ് വേ, ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ സ്ലൈഡ് വേ. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ ആണ് സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ. ദെൻ സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ കുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പെർമിസിബിൾ ലിമിറ്റിൽ അതിന്റെ ഫ്രിക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ബോൾസ്, അതേപോലെ റോളേഴ്സ്, പ്ലാസ്റ്റിക് ഇൻസേർട്സ്. ഇത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ സ്ലൈഡിന്റെയും സ്ലൈഡ് വേയുടെയും ആ ഒരു ഇന്റർഫേസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പ്രധാനപ്പെട്ട ഫ്രിക്ഷൻ സ്ലൈഡ് വേസ് ആണ് ഒന്ന് വി കട്ട് അല്ലെങ്കിൽ വി ഷേപ്ഡ് സ്ലൈഡ് വേ, മറ്റൊന്ന് ഫ്ലാറ്റ് ആൻഡ് ഡോഗ്ടെയിൽ സ്ലൈഡ് വേ, മറ്റൊന്ന് സിലിണ്ടറിക്കൽ സ്ലൈഡ് വേസ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഫസ്റ്റ് ടൈപ്പിൽ വരുന്നത്. ഇനിയുള്ളത് ആന്റി ഫ്രിക്ഷൻ സ്ലൈഡ് വേ ആണ്. അത് ഡയറക്റ്റ് ഫ്രിക്ഷനിലല്ലാതെ അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലല്ലാതെ ഉപയോഗിക്കുന്ന കുറച്ച് സ്ലൈഡ് വേ ഉണ്ട്. ഇതിൻ്റെ അകത്തു നിന്നാണ് ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട് ആന്റി ഫ്രിക്ഷൻ സ്ലൈഡ് വേ. നമുക്കത് നെക്സ്റ്റ് ക്ലാസ് പറയാം. നമ്മൾ ഇന്നിപ്പോ പറഞ്ഞത് എന്താണ് മെക്കാട്രോണിക്സിൽ CNC മെഷീൻ എന്താണെന്നുള്ളത് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ബട്ട് മെക്കാട്രോണിക് അപ്രോച്ചിൽ പ്രധാനമായിട്ട് വരുന്ന CNC മെഷീന്റെ പാർട്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മെഷീൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട 3 ലോഡുകൾ, ആ ലോഡുകൾ എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റും, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു. ദെൻ മെഷീൻ സ്ട്രക്ചർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് CNC മെഷീൻ എന്ന് പറയുന്നത് ഗൈഡ് വേ അല്ലെങ്കിൽ സ്ലൈഡ് വേ ആണ്.
അത് എന്തിനാണെന്നും അത് എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ് വേകളെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഫ്രിക്ഷൻ സ്ലൈഡ് വേ നമ്മൾ പറഞ്ഞത്. ഇനി പറയാനുള്ളത് ആന്റി ഫ്രിക്ഷൻ സ്ലൈഡ് വേ ആണ്. ഫ്രിക്ഷൻ ഇല്ലാതെ നല്ല ഫ്രിക്ഷൻ കുറവുള്ള, മാക്സിമം ഫ്രിക്ഷനെ അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് സ്ലൈഡ് വേസ് അതാണ് ഇനി നമ്മൾ പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഫ്രിക്ഷൻ ഗൈഡ് വേസ് പറഞ്ഞു. ഇനി പറയാനുള്ളത് ഇതാണ് ആന്റി ഫ്രിക്ഷൻ ബെയറിങ്സ് അല്ലെങ്കിൽ ആന്റി ഫ്രിക്ഷൻ സ്ലൈഡ് വേസിനെ പറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഒരു 3 ടൈപ്പ് സ്ലൈഡ് വേ വേറെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഡ്രൈവുകളെ പറ്റിയാണ് പിന്നെ പറയാം. സ്ലൈഡ് വേ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഡ്രൈവ് ആണ്. ഡ്രൈവ് സിസ്റ്റത്തെ പറ്റി പറയും, പിന്നെ ഫീഡ്ബാക്ക് സിസ്റ്റത്തെ പറ്റി പറയും. അത് കഴിഞ്ഞിട്ട് PLCയിലേക്ക് പോകും. ഇത്രയാണ് മൊഡ്യൂൾ 4 വരുന്നത്. ഇന്നിപ്പം 2 അവർ കണ്ടിന്യൂസ് എടുത്തതിനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഉണ്ടാവും, എനിക്ക് ഓൾറെഡി ഉണ്ട്.